Good afternoon. So, next head, capital gains. So, salary discuss then house property, then profit and gains of business or profession discuss next head ആണ് capital gains. So, capital gains നമ്മുടെ discussion area വരുന്നത് first ഇതിനകത്ത് വരുന്ന definitions. Capital gain വരുന്ന definitions. Section 2 subsection 14. 2 subsection 14. Capital asset. Then section 2 subsection 47. Transfer. Then section 2 subsection 42 capital A, then section 2 subsection 42 capital B, then section 2 subsection 29 capital A, then section 2 subsection 29 capital B. Then പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇത്രയും ഡെഫിനിഷൻസ് ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നമ്പറിൽ വരുന്നത്. ദെൻ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ആണ് ക്യാപിറ്റൽ ഗെയിനിന്റെ ചാർജിങ് സെക്ഷൻ. സോ സാലറി ചാർജിങ് സെക്ഷൻ ഏതായിരുന്നു? സാലറി സെക്ഷൻ ഏതായിരുന്നു? ചാർജിങ് സെക്ഷൻ. സാലറി ചാർജിങ് സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 15. ഹൗസ് പ്രോപ്പർട്ടി ഏതായിരുന്നു ചാർജിങ് സെക്ഷൻ? Section 22. Then PGBP ഏതായിരുന്നു ചാർജിങ് സെക്ഷൻ? സെക്ഷൻ 28. Okay, so അതേപോലെ ക്യാപിറ്റൽ ഗെയിനിലെ ചാർജിങ് സെക്ഷൻ വരുന്നതാണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1. സോ ദെൻ അതിന്റെ താഴോട്ട് നമുക്ക് അപ് ടു സെക്ഷൻ 55A. സോ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ടു സെക്ഷൻ 55 ക്യാപിറ്റൽ A വരെയാണ് നമുക്ക് ഇതിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻസ് ഉണ്ട്. സോ രണ്ട് ടൈപ്പ് ഓഫ് എക്സംഷൻ വരുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 54 നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സെക്ഷൻ 54 കുറെ സെക്ഷൻസ് ഉണ്ട്. സോ അണ്ടർ സെക്ഷൻ 54, ദെൻ അണ്ടർ സെക്ഷൻ 10. സോ അണ്ടർ സെക്ഷൻ 10. സോ ഇത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാതെ സെക്ഷൻ 10 രണ്ട് സെക്ഷൻ ആണ് വരുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 37 സെക്ഷൻ 10 സബ്സെക്ഷൻ 43. പിന്നീട് നമുക്ക് ടാക്സബിലിറ്റി. നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന് സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത്. നമ്മൾ ബേസിക്സ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറയുന്നു സെപ്പറേറ്റ് റേറ്റ് വരുന്ന ഒന്ന് രണ്ട് സെനാരിയോ വരുന്നത് ക്യാപിറ്റൽ ഗെയിനിലാണ്. ദെൻ ടാക്സ് റേറ്റിന്റെ കേസ് ടാക്സബിലിറ്റി അല്ലെങ്കിൽ റേറ്റുമായിട്ടുള്ള ഇതിൽ വരുന്നത് സെക്ഷൻ 111A, സെക്ഷൻ 112, സെക്ഷൻ 112A, സെക്ഷൻ 111A, സെക്ഷൻ 112, then സെക്ഷൻ 112A. സോ ഇത്രയാണ് സ്പെസിഫിക് റേറ്റ് വരുന്ന സെക്ഷൻസ്. നമുക്ക് ടാക്സ് റേറ്റ്, സ്പെസിഫിക് റേറ്റ് വരുന്ന സെക്ഷൻ. സോ ഇത്രയുമാണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ടു 55A. സോ ഇതിനകത്ത് എക്സംഷനകത്ത് 45 നമ്മൾ കുറെ സബ്സെക്ഷൻസ് ഡിസ്കസ് ചെയ്യും. കുറെ സെക്ഷൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ 45 ടു 54 വരെയുള്ള സെക്ഷൻസ് ഓരോ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ chargeability section. Section 45 subsection 1. So section 45 subsection 1. So definition ഇതിന്റെ ഒരു ബേസ് അത്രത്തോളം നമ്മൾ ക്ലിയർ ആയിട്ട് വേണം പോകാൻ. സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ചാർജബിലിറ്റി സെക്ഷൻ പറയുന്നത് എനി പ്രോഫിറ്റ് or gain from transfer of a capital asset
shall be chargeable under the head capital gains in the previous year in which transfer took place. So, ഇവിടെ നോക്കാം ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. സോ ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ഇതെന്ത് ചെയ്തു? ഇത് ട്രാൻസ്ഫർ ചെയ്തു. ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓർ ഗെയിൻ. സോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ. സോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഇൻക്ലൂഡ് എന്താണ്? ലോസ് ഓൾസോ. സോ ടാക്സബിൾ ആസ് ക്യാപിറ്റൽ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസിൽ ചാർജ് ചെയ്യും. ഏത് ഇയറിലാണ്? ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് transfer took place. So that means section 45 subsection 1 എന്താണ് പറയുന്നത്? ചാർജബിലിറ്റി സെക്ഷൻ ആണ് പറഞ്ഞത്. എന്താണ് നമുക്ക് വേണ്ടത്? ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാകണം. ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യണം? അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ. പ്രോഫിറ്റ് മീൻസ് ലോസ് ഓൾസോ അല്ലെങ്കിൽ ഗെയിൻ മീൻസ് ലോസ് ഓൾസോ. എവിടെ നമ്മൾ ടാക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ചാർജബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്നാണ്? ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ നടന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. ആ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിൽ ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? സെക്ഷൻ 45 സബ്സെക്ഷൻ 1. Then ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെർമിനോളജി ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1 എന്താണ് പറഞ്ഞത്? ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻസ്, ദാറ്റ് മീൻസ് ലോസ് ഓൾസോ. ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ ട്രാൻസ്ഫർ നടന്നത് ആ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഹെഡില് ടാക്സ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരു ക്യാപിറ്റൽ അസറ്റ്? സോ അതാണ് നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻസ്. സോ 2 subsection 14 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ അസറ്റ് 2 subsection 14 പറയുന്നത് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ ആണ്. സോ നമുക്ക് നോക്കാം ഇവര് പറയുന്നു. സോ നമ്മൾ സെക്ഷൻ 15 എന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പിലുള്ള ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിലുള്ള ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പിലുള്ള ഒരു പേയ്മെന്റ് ആണ് സെക്ഷൻ 15 പ്രകാരം എന്തില് സാലറി ടാക്സ് ചെയ്യുന്നത്. ദെൻ ഒരു എന്തായിരുന്നു പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർച്യൂണിറ്റി ദെയർ ടു, അതിൽ നിന്നുണ്ടാകുന്ന ആനുവൽ വാല്യൂ, അതിന്റെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ റെന്റ് ഫ്രം എ ഹൗസ് പ്രോപ്പർട്ടി വിൽ ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 22. ദെൻ സെക്ഷൻ 28 എന്താണ് പറഞ്ഞത്? പ്രോഫിറ്റ്, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നിന്നുണ്ടാകുന്ന ഇൻകം ആണ് ഇവിടെ ടാക്സ് ചെയ്യുന്നത് സെക്ഷൻ 28 പ്രകാരം. അതേപോലെ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 എന്താണ് പറഞ്ഞത്? ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോഴുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻസ്, ദാറ്റ് മീൻസ് ലോസ് ഓൾസോ, ഏത് പ്രീവിയസ് ഇയറിലാണോ നിങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ നടത്തിയത് ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻ ആണ് 45 സബ്സെക്ഷൻ 1. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്തൊക്കെയാണ് ഈ ക്യാപിറ്റൽ അസറ്റ്? സോ അത് അതിനുവേണ്ടിയാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്. സോ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അസറ്റ് ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് മീൻസ് 2 subsection 45 subsection 1 എന്താണ്? ചാർജബിലിറ്റി സെക്ഷൻ നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകം ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിൽ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യും. സോ നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെഫിനിഷനിൽ. 2 subsection 14 ക്യാപിറ്റൽ അസറ്റ് മീൻസ് ഫസ്റ്റ് ശ്രദ്ധിക്കാം, property of any kind held by assessee whether or not connected with business or profession, whether or not any property of any kind held by assessee whether or not connected with the profession, business or profession. So that means property of any kind. Property of any kind.
property of any kind. So property any kind എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് വരാം? property of any kind. property of any kind എന്തൊക്കെയാകാം? പ്രോപ്പർട്ടി രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്തൊക്കെയാണുള്ളത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകാം, എനി കൈൻഡ്. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകാം. പിന്നെന്താകാം? മൂവബിൾ പ്രോപ്പർട്ടി. സോ അവിടെ ഒരു വേർഡ് ചോദിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. എനി കൈൻഡ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ മൂവബിൾ പ്രോപ്പർട്ടി held by assessee whether or not connected with the profession. whether or not connected with the profession. So business ആയിട്ട് കണക്ട് ചെയ്തതാകാം, കണക്ട് ചെയ്യാത്തതാകാം. കണക്ട് ചെയ്തതാകാം, കണക്ട് ചെയ്യാത്തതാകാം. സോ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. സോ എനി കൈൻഡ് എന്നുള്ള നമ്മൾ രണ്ട് കൈൻഡ് കൊണ്ടുവന്നു. ഒന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒന്ന് മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് എ ബിസിനസ് ഓർ പ്രൊഫഷൻ whether or not connected with business or profession. എന്താണ് ഇതിന്റെ മീനിങ്? സോ ഏത് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി വേണമെങ്കിൽ, ദാറ്റ് മീൻസ് ഇമ്മോ പ്രോപ്പർട്ടി ആകാം, മൂവോ പ്രോപ്പർട്ടി ആകാം, അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആകാം, ബിസിനസ്സിൽ യൂസ് ചെയ്യാത്ത പ്രോപ്പർട്ടി ആകാം. ക്ലിയർ ആണോ? സോ whether or not any kind, okay, property of any kind, that means it can be an immovable property or movable property. whether or not connected with business means എന്താണ്? ഈ പറയുന്ന ഇമ്മോവൽ പ്രോപ്പർട്ടിയോ മൂവൽ പ്രോപ്പർട്ടിയോ നമ്മൾ നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ യൂസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അല്ലാത്തതാകാം. ക്ലിയർ ആണോ? then movable property എന്തൊക്കെയാകാം? ലാൻഡ് ആകാം, ബിൽഡിംഗ്, സോറി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ഓർ ബോത്ത്, രണ്ടും കൂടെ ചേർന്നാകാം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വരാവുന്ന ഇതാണ്. ദെൻ മൂവബിൾ പ്രോപ്പർട്ടി. സോ മൂവബിൾ പ്രോപ്പർട്ടി, സോ സംടൈംസ് നമുക്ക് ബിസിനസിന്റെ പാർട്ടായിട്ടാണെങ്കിൽ നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടിയെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പറയാം? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്നും കറന്റ് അസറ്റ്, അങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ഇഫ് ഇറ്റ് an asset used in business, അല്ലെങ്കിൽ whether asset forming part of business, property of any kind held by assessee whether or not connected with business. that means ഇതൊരു ബിസിനസിന്റെ മൂവബിൾ പ്രോപ്പർട്ടി അസറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫിക്സഡ് അസറ്റ് ഓർ കറന്റ് അസറ്റ്. സോ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം നമുക്ക് വരും. സോ നമ്മുടെ ഫസ്റ്റ് ഇതാണ്, ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് whether or not connected with business or profession. സോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ ബന്ധപ്പെടാത്ത ഏത് പ്രോപ്പർട്ടിയും നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഫസ്റ്റ് ഡെഫിനിഷനിലെ ക്യാപിറ്റൽ അസറ്റ് മീൻസ്, സോ അതില് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതായിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. ദെൻ മൂവബിൾ ആണെങ്കിൽ നമുക്ക് ഫിക്സഡ് അസറ്റ് ആകാം, കറന്റ് അസറ്റ് ആകാം. സോ ഇതിനകത്ത് ഈ കറന്റ് അസറ്റിനകത്ത്, ബിസിനസിന്റെ കറന്റ് അസറ്റിനകത്ത് നമുക്ക് എന്ത് വരും? സ്റ്റോക്ക് വരത്തില്ലേ? സ്റ്റോക്ക് ഇൻ ട്രേഡ്. ബട്ട് ആക്ച്വലി നമ്മുടെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ, സോ ഉണ്ടോ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയാണ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ബന്ധപ്പെടാത്തതാകാം. സോ അത് ട്രാൻസ്ഫർ ചെയ്താൽ എന്താകും എന്നാ പറഞ്ഞത്? അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം ക്യാപിറ്റൽ അസറ്റ്. സോ ദാറ്റ് മീൻസ് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ അസറ്റ്. സോ നമ്മുടെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അത് വിറ്റാൽ സെക്ഷൻ 28 PGBP-യിലാണോ ഇൻകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനാണോ? സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ ഇൻകം എവിടെയാണ് വരേണ്ടത്? സെക്ഷൻ 28 പ്രകാരം PGBP-യിലാണോ വരേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിലാണോ? എവിടെയാണ് വരേണ്ടത്? ബിസിനസിന്റെ സ്റ്റോക്ക് വിറ്റാൽ, സെയിൽ നടന്നാൽ എവിടെ വരും? P&L സെയിൽസിലല്ലേ വരിക? സ്റ്റോക്ക് ഇൻ ട്രേഡ് മീൻസ് ബിസിനസിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ്. അത് വിറ്റാൽ എവിടെയാണ് അട്രാക്ട് ചെയ്യുക? ക്യാപിറ്റൽ ഗെയിനിലാണോ ബിസിനസ്സിലാണോ ഇൻകം ഉണ്ടാവുക? എവിടെ ആയിരിക്കും?
ഏത് ഹെഡിലായിരിക്കും അട്രാക്ട് ചെയ്യുക? ബിസിനസിന്റെ സ്റ്റോക്ക് വിറ്റാൽ, ബിസിനസിന്റെ സ്റ്റോക്ക് സെയിൽ നടന്നാൽ ഏത് ഹെഡിലാണ്? ബിസിനസ് ഇൻകം ആണോ ക്യാപിറ്റൽ ഗെയിൻസ് ആണോ വരേണ്ടത്? അത് എവിടെയാണ് വരേണ്ടത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ വരേണ്ടത് PGBP-യിലാണ് വരുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടോ? സോ ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് പക്ഷെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ നമ്മളാണ് ഇത് ഈ പറയുന്ന ഫസ്റ്റ് മീൻസ് ആ ക്യാപിറ്റൽ അസറ്റ് മീൻസ് ആ ഫസ്റ്റ് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡും ക്യാപിറ്റൽ അസറ്റ് ആകേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണ്? ബിസിനസിന്റെ ഇതാണ് വരുന്നത്. അതിൽ വിറ്റാൽ, സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ ബിസിനസ്സിലാണ് ഇൻകം വരുന്നത്. സെക്ഷൻ 28-ലാണ് സെയിൽസ് അട്രാക്ട് ചെയ്ത് P&L ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ക്യാപിറ്റൽ അസറ്റ് മീൻസ് എനി സെക്യൂരിറ്റി ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് which has invested in such securities as per SEBI regulations. രണ്ടാമത് വന്നിരിക്കുന്നത് ബട്ട് ക്യാപിറ്റൽ അസറ്റ് എക്സ്ക്ലൂഡ്സ്, സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് വൺ നോക്കി, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് എക്സ്ക്ലൂഡ്സ് എന്താണ്? ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദാറ്റ് മീൻസ് ഇത് പ്രകാരം പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ അത് വരുന്നുണ്ട്. പക്ഷേ എന്താണ്? വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബട്ട് ഉണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡെഫിനിഷൻ പ്രകാരം ഇതെന്താണ്? ക്യാപിറ്റൽ അസറ്റിൽ വരേണ്ടതാണ്. ബട്ട് ക്യാപിറ്റൽ അസറ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദാറ്റ് മീൻസ് എന്താണ്? ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് അല്ല. ബിക്കോസ് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ നിന്ന് എന്താണ്? സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. എന്ത്? സ്റ്റോക്ക് ഇൻ ട്രേഡ്. ക്ലിയർ ആണോ ഇപ്പം? എന്തുകൊണ്ടാണ്? ഉണ്ടോ ഫസ്റ്റ് ഡെഫിനിഷൻ പ്രകാരം അത് എന്താണ്? ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡും എന്തായിട്ട് വരേണ്ടതാണ്? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരേണ്ടതാണ്. ബട്ട് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 14 സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? ദെൻ ഇനി അടുത്താണ് ശ്രദ്ധിക്കണം ഉണ്ടോ, നമുക്ക് ഉണ്ടോ ബിസിനസിന് യൂസ് ചെയ്തില്ല മീൻസ് എന്റെ പേഴ്സണൽ അസോസിയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരിക്കും. ക്യാപിറ്റൽ അസറ്റ് മീൻസ് ബിസിനസിന് യൂസ് ചെയ്തില്ല, ബിസിനസിനോ പ്രൊഫഷനോ യൂസ് ചെയ്തില്ല മീൻസ് ദെൻ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ എന്ത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്? മൂവബിൾ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ. സോ ഇതിനകത്ത് മൂവബിൾ പ്രോപ്പർട്ടീസ്, അതിനകത്ത് മൂവബിൾ അത് ബിസിനസിന് യൂസ് ചെയ്യാത്ത പേഴ്സണൽ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ്? എക്സ്ക്ലൂഡ്സ് from capital asset. Movable personal properties excludes from capital asset but excludes. No, so very important. So that means exclusion list il ninna exclude cheyirikkum. That means movable personal properties ellam thanne exclude aanu. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണ് ബട്ട് മൂവബിൾ ആണ്. ബട്ട് ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ അസറ്റിന്റെ ആണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിൽ വരും? അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡഡ്. ദാറ്റ് മീൻസ് എന്താണ്? പോസിറ്റീവ് ലിസ്റ്റിൽ വരും. 2 സബ്സെക്ഷൻ 14 പ്രകാരം എന്താവും? ക്യാപിറ്റൽ അസറ്റ് ആകും. എന്തൊക്കെയാ നോക്കുക? ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, എനി വർക്ക് ഓഫ് ആർട്ട്. സോ ഇത്രയും കാര്യങ്ങൾ എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, എന്റെ ബിസിനസിന്റെ പ്രോപ്പർട്ടി അല്ല, എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണ്. മൂവബിൾ ആണെങ്കിലും എന്താകും? ക്യാപിറ്റൽ അസറ്റ് ആകും. ക്യാപിറ്റൽ അസറ്റ് ആകും. ക്യാപിറ്റൽ അസറ്റ് ആകും. ക്ലിയർ ആണോ? So property of any kind whether or not connected with the business or profession ആണ് first one. Then any security held by FII. Then stock the capital asset excludes. ഇതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വരില്ല. എന്റെ പേഴ്സണൽ ഐറ്റം, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മൂവബിൾ ഐറ്റംസ് ഒന്നും വരത്തില്ല. പക്ഷേ ഈ പറയുന്ന ഐറ്റംസ് ആണ് എന്റെ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി എങ്കിൽ അതെന്താകും? ക്യാപിറ്റൽ അസറ്റ് ആകും. ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ ആൻഡ് എനി വർക്ക് ഓഫ് ആർട്ട്. ക്ലിയർ ആണോ? ദെൻ അടുത്തത് എക്സ്ക്ലൂഷൻ ലിസ്റ്റിലെ മൂന്നാമത്തത് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. ദാറ്റ് മീൻസ് ഇവിടെ ശ്രദ്ധിക്കാം, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. Rural agricultural land. So any land alla agriculture. That means agricultural land which is not situated in specified area. Agricultural land which is not situated in specified area. Agricultural land which is not situated in specified area.
Then ഒന്ന് നോക്കാം ഇവിടെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, ദാറ്റ് മീൻസ് ഏരിയ ബേസിസിലാണ് എന്ത് പറയുന്നത് ആ ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ അല്ലാത്ത ലാൻഡ് ആണെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ്. ബട്ട് അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അത് എന്താണെന്ന് നോക്കും, സ്പെസിഫൈഡ് ഏരിയയിൽ സിറ്റുവേറ്റഡ് അല്ലാത്തത് റൂറൽ അഗ്രികൾച്ചർ, ദാറ്റ് മീൻസ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആകരുത്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ, that means agriculture land which is not situated in specified area, which is not situated in specified area. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സ്പെസിഫൈഡ് ഏരിയ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്പെസിഫൈഡ് ഏരിയ ഇവിടെ ശ്രദ്ധിക്കുക, specified area or urban area means any area within the jurisdiction of municipality or cantonment board having population not less than 10,000 or so ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ഏരിയക്ക് അകത്ത് വരുന്ന വിത്തിൻ ദ ലിമിറ്റ് ഓഫ് മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ഏരിയ പോപ്പുലേഷൻ നോട്ട് ലെസ് ദാൻ 10,000. സോ നോട്ട് ലെസ് ദാൻ 10,000 വരുന്ന മുനിസിപ്പാലിറ്റിയിലോ ജുറിഡിക്ഷനോ എന്താണ് അതിന്റെ വിത്തിൻ ദ ഏരിയ or jurisdiction of municipality or cantonment board having population not less than 1,000 or following area within the distance measured aerially. So നമുക്ക് എപ്പോഴും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഏരിയൽ മെഷർ ആണ്. സോ ദാറ്റ് മീൻസ് അല്ലാതെ പിന്നെ ചെറിയ ചെറിയ വഴികളിൽ കൂടെ തിരിഞ്ഞിരിഞ്ഞല്ല, ഏരിയൽ മെഷർമെന്റ് ആണ് എടുക്കുന്നത്. ഷോർട്ടസ്റ്റ് ഏരിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെന്റ് ബോർഡ് പോപ്പുലേഷൻ. സോ അതിന്റെ അപ് ടു 2 കിലോമീറ്റേഴ്സ് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ കണ്ടോൺമെന്റ് ഏരിയയുടെ ലിമിറ്റിൽ നിന്ന്, ലോക്കൽ ലിമിറ്റ്സിൽ നിന്ന് അപ് ടു 2 കിലോമീറ്റേഴ്സ്. സോ എന്ത് പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ 10,000 മുകളിലാണ്, ബട്ട് അപ് ടു 1 lakh ആണെങ്കിൽ. സോ പോപ്പുലേഷൻ 1 lakh വരെ ആണെങ്കിൽ എന്താണ് മുനിസിപ്പാലിറ്റിയുടെ ലിമിറ്റിൽ നിന്ന് 2 കിലോമീറ്റർ വരെ എന്തായിട്ട് കണക്കാക്കും സ്പെസിഫൈഡ് ഏരിയ. ദാറ്റ് മീൻസ് അവിടെയുള്ള അഗ്രികൾച്ചർ ലാൻഡ് എന്താവും അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആവും. സോ അതെന്താവും ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരും. അഗ്രികൾച്ചർ ലാൻഡ് അല്ലെങ്കിൽ ഇമ്മോൾ പ്രോപ്പർട്ടി ആണ്, അതെന്തിന്റെ ഡെഫിനിഷൻ ഓൾറെഡി വന്നിട്ടുണ്ടാവും 2 subsection 14 പ്രകാരം പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. സോ എക്സ്ക്ലൂഷൻ ഇല്ല, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. ഇമ്മോൾ പ്രോപ്പർട്ടീസിന് ഒരു എക്സ്ക്ലൂഷനും ഇല്ല എന്നാണ്. ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് അണ്ടർ സെക്ഷൻ 2 subsection 14. ബട്ട് ഇൻ കേസ് ഓഫ് agricultural land, if it is, so that means agricultural purpose use ചെയ്യുന്നു. സോ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് സോ 10,000 നോട്ട് ലെസ് ദാൻ 10,000 കൂടുതൽ, നോട്ട് ലെസ് ദാൻ 10,000 പോപ്പുലേഷൻ ഉള്ള മുനിസിപ്പാലിറ്റിയുടെ ലിമിറ്റ്, ലോക്കൽ ലിമിറ്റ്സിലുള്ള ഏരിയയിലാണെങ്കിൽ അതെന്താണ് സ്പെസിഫൈഡ് ഏരിയ ആണ്, അത് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആണ്, അതിന് എക്സെപ്ഷൻ കിട്ടൂല. അതെന്തായിരിക്കും ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ദെൻ പോപ്പുലേഷൻ 1 lakh കൂടുതലാണ്, അപ് ടു 10 lakh. സോ പോപ്പുലേഷൻ 10 lakh വരെയാണെങ്കിൽ എന്തെടുക്കും മുനിസിപ്പൽ ലിമിറ്റ്, ലോക്കൽ ഫ്രം ഡിസ്റ്റൻസ് ഫ്രം ലോക്കൽ മുനിസിപ്പൽ ലിമിറ്റ്സ് ഓഫ് മുനിസിപ്പൽ എത്രയാണ് 6 കിലോമീറ്റർ വരെ എന്തായിട്ട് കണക്കാക്കും സ്പെസിഫൈഡ് ഏരിയ അല്ലെങ്കിൽ അർബൻ ഏരിയ. ദെൻ പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 10 lakh കൂടുതലാണെങ്കിലോ അപ് ടു 8 കിലോമീറ്റേഴ്സ്, അപ് ടു 8 കിലോമീറ്റേഴ്സ് എന്തായിട്ട് കണക്കാക്കും അപ് ടു 8 കിലോമീറ്റേഴ്സ് 8 കിലോമീറ്റർ വരെ എന്തായിട്ട് കണക്കാക്കും അർബൻ ഏരിയ ആയിട്ട് കണക്കാക്കും. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. സോ ഇതാണ് ഒരു മുനിസിപ്പൽ ലിമിറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാം. സോ ഇത് ഈ ഏരിയയിൽ വരുന്നത് പോപ്പുലേഷൻ not less than 10,000. Okay, so less than 10k, 10,000 or more. Okay, so that means up to this point എന്തായിരിക്കും പോപ്പുലേഷൻ അപ് ടു 10,000 or more ആണെങ്കിൽ ഈ ലോക്കൽ ലിമിറ്റ്സ് വരെ എന്തായിരിക്കും സ്പെസിഫൈഡ് ഏരിയ ആയിരിക്കും. ദാറ്റ് മീൻസ് അർബൻ ഏരിയ ആയിരിക്കും. ദെൻ പോപ്പുലേഷൻ കുറച്ചുകൂടെ കൂടി, പോപ്പുലേഷൻ അപ് ടു 10 lakh ആണെങ്കിലോ പോപ്പുലേഷൻ അപ് ടു 10 lakh, പോപ്പുലേഷൻ അപ് ടു 10 lakh വന്നാൽ പോപ്പുലേഷൻ അപ് ടു 10 lakh പോപ്പുലേഷൻ സോ പോപ്പുലേഷൻ 10 lakh വരെയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. സോ ഇവിടെ നിങ്ങളുടെ 2 കിലോമീറ്റേഴ്സ് വരെ
2 kilometers വരെ. Population up to 1 lakh. So 1 lakh വരെയാണെങ്കിൽ എന്താണ് മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 2 kilometers വരെയുള്ള ഏരിയ. ദാറ്റ് മീൻസ് എന്താണ് അപ് ടു ദിസ് പോയിന്റ് ഏരിയയിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മുനിസിപ്പൽ ലിമിറ്റ് കഴിഞ്ഞ് 2 കിലോമീറ്റർ വരെ എന്തായിരിക്കും 1 lakh വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ 1 lakh വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ നമുക്ക് എന്ത് വരും 2 kilometers. Then up to 10 lakh ആണെങ്കിൽ up to 10 lakh. So up to 10 lakh. So that means no. Up to 10 lakh ആണെങ്കിൽ എന്താണ് ഈ ലിമിറ്റിൽ നിന്ന് 4 കിലോമീറ്റർ വരെയുള്ള ഏരിയ എന്തായിട്ട് എടുക്കും സ്പെസിഫൈഡ് ഏരിയ അല്ലെങ്കിൽ അർബൻ ഏരിയ ആയിട്ട് കണക്കാക്കും. Then last one. പോപ്പുലേഷൻ 10 lakhിലും കൂടുതലാണെങ്കിലോ പോപ്പുലേഷൻ 10 lakhിലും കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ 10 lakhിലും കൂടുതലാണെങ്കിൽ എന്താണ് 4 എന്ന് പറഞ്ഞു 6 ആണ് അപ് ടു 6 2 4 അല്ല 6 അപ് ടു 6 kilometers. Then population greater than population 10 lakhിൽ കൂടുതലാണെങ്കിലോ greater than 10 lakh അങ്ങനെയാണെങ്കിൽ എന്താണ് മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 8 കിലോമീറ്റർ വരെ എന്തായിട്ട് എടുക്കും അർബൻ ഏരിയ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയ ആയിട്ട് എടുക്കും. ദാറ്റ് മീൻസ് ഈ ലിമിറ്റിൽ വരുന്ന ലാൻഡ് എന്തായിരിക്കും അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആകില്ല, എക്സ്ക്ലൂഷൻ കിട്ടില്ല. അത് എന്തിന്റെ ഡെഫിനിഷനിൽ വരും ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ക്ലിയർ ആണോ? രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ നിങ്ങൾ പറയാം. സോ നമുക്ക് ബിക്കോസ് ഈ ഒരു സ്പെസിഫൈഡ് ഏരിയ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മള് ഇൻകം വിച്ച് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം അവിടെ അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴും അവിടെ അഗ്രികൾച്ചറൽ ഇൻകം ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഈ ഒരു സ്പെസിഫൈഡ് ഏരിയയുടെ കേസ് കയറി വരും. സോ നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ആൻസർ പറയാം. ഡിസ്റ്റൻസ് അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ പറഞ്ഞ ഷോർട്ടസ്റ്റ് ഏരിയൽ ഡിസ്റ്റൻസ് ഏരിയൽ ഡിസ്റ്റൻസ് then population capital asset ആണോ അല്ലയോ എന്ന് പറഞ്ഞു. yes or no. So shortest aerial distance 1 kilometer. Then population എന്ന് പറയുന്നത് 9,000. population 9,000 ആണെങ്കിൽ up to 1 kilometer. So population എത്രയാണെങ്കിലാണ് 2 kilometer വരെയുള്ള ഏരിയ എത്രയായിരിക്കണം? population 10,000 മുകളിൽ 1 lakh വരെ ആണെങ്കിലാണ് എന്ത് പറയുന്നത് മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 2 kilometer വരെ. ദാറ്റ് മീൻസ് ഈ 1 kilometer എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഈ ഏരിയയിൽ വരും. ഈ ഏരിയയിൽ വരണമെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആകണമെങ്കിൽ ഇവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ടാകണം? 10,000 മുകളിൽ ഉണ്ടാകണം. ഇവിടെ എത്രയേ ഉള്ളൂ പോപ്പുലേഷൻ? 9,000. ഇത് ക്യാപിറ്റൽ അസറ്റ് ആണോ? സോ അതായത് 9,000 ആണ്. 10,000 to 1 lakh 10,000 to 1 lakh വന്നാലേ നമുക്ക് എന്ത് വരത്തുള്ളൂ? ഇവിടുന്ന് 2 kilometer വരെയുള്ള ഏരിയ എന്താവും? ക്യാപിറ്റൽ അസറ്റ് ആവും. ഇവിടെ 1 kilometer എന്ന് പറയുമ്പോൾ ഈ പോർഷനിലായിരിക്കും വരുന്നത്. ഇവിടെ വരുന്ന ഏരിയ ക്യാപിറ്റൽ അസറ്റ് ആവണമെങ്കിൽ പോപ്പുലേഷൻ എത്ര ഉണ്ടാകണം? 10,000 എക്സീഡ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? സോ 10,000 എക്സീഡ് ചെയ്തിട്ടുണ്ടോ പോപ്പുലേഷൻ? ഇത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ഈ ഏരിയയിൽ വരുന്നത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ക്യാപിറ്റൽ അസറ്റ് ആവോ? സോ കണ്ടോ ഈ പോപ്പുലേഷൻ വിത്തിൻ കണ്ടോൺമെന്റ് ഏരിയ വരണമെന്ന് മുനിസിപ്പൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഉണ്ടോ? പോപ്പുലേഷൻ നോട്ട് ലെസ് ദാൻ 10,000. സോ ഇവിടെ പോപ്പുലേഷൻ എത്രയേ ഉള്ളൂ? 9,000 ഉള്ളൂ. സോ പോപ്പുലേഷൻ 10,000 ഈ 2 kilometer വരെ വരണമെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ 10,000 മുകളിൽ വരണം. സോ ഇവിടെ ആകെ 9,000 ഉള്ളൂ. സോ ആ ഏരിയ ക്യാപിറ്റൽ അസറ്റ് ആകുമോ?
സോ 10,000 മുകളിലാണെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടം വരെയുള്ള, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ ക്യാപിറ്റൽ അസറ്റ് ആകത്തുള്ളൂ. 10,000 താഴെയാണെങ്കിൽ ദിസ് ഏരിയ വിൽ നോട്ട് ബി എ ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? സോ ഉണ്ട് ക്യാപിറ്റൽ അസറ്റ് ആകോ? നോ. ക്ലിയർ ആണോ ക്ഷമ? ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഏതിലെന്നല്ല, ക്യാപിറ്റൽ അസറ്റ് ആണോ? യെസ് ഓർ നോ? ദാറ്റ് മീൻസ് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അത് സ്പെസിഫൈഡ് ഏരിയയിലായിരിക്കും, അല്ലെങ്കിൽ അത് വിൽ ബി ട്രീറ്റ് ആസ് നോട്ട് സ്പെസിഫൈഡ്, അല്ലെങ്കിൽ അർബൻ ഏരിയ. എന്താണ്? അർബൻ ഏരിയയിലാണോ അല്ലയോ എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് അല്ലെങ്കിൽ എന്തായിരിക്കും? ഈ പോപ്പുലേഷൻ വെച്ചിട്ട് അതൊരു റൂറൽ ഏരിയ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയാം. 1.5 കിലോമീറ്റേഴ്സ്, 1.5 കിലോമീറ്റേഴ്സ്, പോപ്പുലേഷൻ 12,000. ഇത് ക്യാപിറ്റൽ അസറ്റ് ആകുമോ അല്ലയോ? പോപ്പുലേഷൻ 10,000 മുതൽ 1 lakh വരെ എന്താണ്? 2 കിലോമീറ്റർ വരെ ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് 2 കിലോമീറ്ററിനകത്ത് കിടക്കുന്ന ഏരിയ ഒബ്വിയസ്ലി എന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? 10,000 മുതൽ 1,00,000 വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ ഈ മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്, ഇത്രയും ഡിസ്റ്റൻസ് വരെ ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ഈ 2 കിലോമീറ്ററിന് അത്രയും ഡിസ്റ്റൻസ് അതിലും കുറവാണ്. 1.5 കിലോമീറ്ററിലാണ് ഈ പർട്ടിക്കുലർ അസറ്റ് കിടക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആകുമോ അല്ലയോ? ക്യാപിറ്റൽ അസറ്റ് അല്ലെ? യെസ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഡൗട്ട് വെക്കരുത്. 1.5 എന്ന് പറഞ്ഞാൽ ഈ 2 കിലോമീറ്ററിന് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫിഗർ വരച്ചത്. ഇതിനകത്ത് കിടക്കുന്ന ഏരിയ വിൽ ബി എ ക്യാപിറ്റൽ അസറ്റ് ഈ പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ മോർ ദാൻ 10,000 ആൻഡ് അപ് ടു 1 lakh ആണെങ്കിൽ മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 2 കിലോമീറ്റർ വരെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ 10,000 അതായത് നമുക്ക് ഇങ്ങനെ മീൻ ചെയ്യാം. സോ 10,000 വരെയാണെങ്കിൽ മുനിസിപ്പൽ ലിമിറ്റ് അതെല്ലാം എന്താണ്? സ്പെസിഫൈഡ് ഏരിയ ആണ്, അല്ലെങ്കിൽ അർബൻ ഏരിയ ആണ്. സോ 10,000 മുതൽ 1,00,000 ഉണ്ടാവും. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എന്താണ്? ലിമിറ്റിൽ നിന്ന് അങ്ങോട്ട് എന്താവും? ടൗൺ പോലാവും. That means urban area agum. Okay. Then next question. 2 kilometers. 2 kilometers. 10 lakhs. Population. 2 kilometers, 10 lakhs. So, no, 10 lakh ആണെങ്കിൽ എത്രയാണ്? Up to 6 kilometers. എന്താണ്? Urban area. Sorry. Specified area. That means 10 lakh population ഉള്ള ഏരിയയില് എന്റെ മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 6 കിലോമീറ്റർ വരെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇതെവിടെയാണ് ഈ അസറ്റ് കിടക്കുന്നത്? ഈ ലാൻഡ് കിടക്കുന്നത്, അഗ്രികൾച്ചർ ലാൻഡ് കിടക്കുന്നത് 2 കിലോമീറ്റർ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ അസറ്റ് ആകുമോ ഇല്ലയോ? ഇതിന്റെ മീനിങ് എന്താണ്? അപ് ടു ഇവിടുന്ന് ഇവിടം വരെ ക്യാപിറ്റൽ അസറ്റ് ആണ്, ബട്ട് ഈ അസറ്റ് കിടക്കുന്ന ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണോ? അപ് ടു ദിസ് പോയിന്റ് ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് വളരെ അടുത്താണ് കിടക്കുന്നത്. 6 കിലോമീറ്റർ വരെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. പോപ്പുലേഷൻ വെച്ചിട്ട് അസറ്റ് വരുന്ന 2 കിലോമീറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആകുമോ ഇല്ലയോ? ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? യെസ് ഓർ നോ? യെസ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? പ്ലീസ് റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവരും? Then next one, 3 kilometers. So municipal ലിമിറ്റിൽ നിന്ന് 3 kilometers ഡിസ്റ്റൻസിലാണ് നമ്മുടെ അസറ്റ് കിടക്കുന്നത്. Then 80,000 ആണ് പോപ്പുലേഷൻ എങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? 1 lakh വരെ ആണെങ്കിൽ 2 കിലോമീറ്റർ വരെ. സോ ദാറ്റ് മീൻസ് എത്രയാണ്? ഈ 2 കിലോമീറ്ററിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ് ടു 6 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എന്താവും? 10 lakh വരെ ആണെങ്കിൽ 6 കിലോമീറ്റേഴ്സ് വരെ വരുള്ളൂ. ഇവിടെ 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ഈ പൊസിഷനിലാണ് വരുന്നത്. സോ ഇവിടെ വരണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരണമെങ്കിൽ എത്ര ആയിരിക്കണം? 1 lakh കഴിഞ്ഞിരിക്കണം പോപ്പുലേഷൻ. സോ പോപ്പുലേഷൻ 1 lakh കഴിഞ്ഞില്ലെങ്കിൽ അത് എന്താവൂല? സ്പെസിഫൈഡ് ഏരിയ ആകൂല. സ്പെസിഫൈഡ് ഏരിയയിൽ അല്ലെങ്കിൽ അത് എന്തല്ല? അഗ്രികൾച്ചർ ലാൻഡ് എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? യെസ് വരുമോ നോ വരും? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അത് ക്യാപിറ്റൽ അസറ്റ് ആകില്ല. Then next one, 4 kilometers. Then population 3 lakhs. സോ നമ്മുടെ ഫിഗറിലേക്ക് നോക്കാം. 1 lakh വരെ ആണെങ്കിൽ ഇവിടെ 10 lakh അപ് ടു 10 lakh വരെ ഉണ്ടോ? 6 കിലോമീറ്റേഴ്സ് വരെ 10 lakh വരെ ആണെങ്കിൽ എന്താണ്? 1 lakh കഴിയുകയും ചെയ്തു. 10 lakh വരെ
എന്താണ് 6 കിലോമീറ്റേഴ്സ് വരെ എന്താണ് സ്പെസിഫൈഡ് ഏരിയ ആണ്. നമുക്ക് എത്രയേ വന്നിട്ടുള്ളൂ? 3 ലാക്ക് ഉണ്ടോ, 1 ലാക്ക് കഴിയുകയും ചെയ്തു. അപ് ടു 4 കിലോമീറ്റേഴ്സ് എന്താണ് സ്പെസിഫൈഡ് ഏരിയ ആണ്. 6 കിലോമീറ്റേഴ്സ് വരെ സ്പെസിഫൈഡ് ഏരിയ ആണ്. ഒബ്വിയസ്ലി 1 ലാക്ക് കഴിയുകയും ചെയ്തു. 10 ലാക്ക് വരെയുള്ള ഏരിയ 6 കിലോമീറ്റേഴ്സ് വരെ സ്പെസിഫൈഡ് ഏരിയ. ഇവിടെ എത്രയേ വരുന്നുള്ളൂ? 4 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ. ഒബ്വിയസ്ലി ഇത് എന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഇതൊന്ന് പറയാം. 5 കിലോമീറ്റേഴ്സ് 14 lakhs. ഇവിടെ നോക്കാം, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വരെ ക്യാപിറ്റൽ അസറ്റ് ആണ്? 8 കിലോമീറ്റേഴ്സ് വരെ. സോ ദാറ്റ് മീൻസ് മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 8 കിലോമീറ്റേഴ്സ് വരെ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇവിടെ എവിടെയാണ് കിടക്കുന്നത്? 5 കിലോമീറ്റേഴ്സ്. ഒബ്വിയസ്ലി എന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കോ അല്ലയോ? 10 ലാക്ക് എക്സീഡ് ചെയ്താൽ 8 കിലോമീറ്റർ, 10 ലാക്ക് കഴിഞ്ഞ് എത്ര പോയാലും 8 കിലോമീറ്റർ വരെ, മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 8 കിലോമീറ്റർ വരെ എന്തായിട്ട് കണക്കാക്കുള്ളൂ? ക്യാപിറ്റൽ. സോ ഇൻ ദ സെൻസ് സ്പെസിഫൈഡ് ഏരിയ. സോ ഇവിടെ എന്തായിരിക്കും? 14 ലാക്ക് ആയതുകൊണ്ട് 8 കിലോമീറ്റർ വരെ, മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് 8 കിലോമീറ്റർ വരെ ക്യാപിറ്റൽ അസറ്റ്. ഡെഫിനിഷൻ സ്പെസിഫൈഡ് ലാൻഡ് ആണ്, സ്പെസിഫൈഡ് ഏരിയ ആണ്. therefore ഇതൊരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. then 6 kilometers 9,000. 6 kilometers 9,000. മുനിസിപ്പൽ ലിമിറ്റിൽ പോലും നമുക്ക് 10,000 ഓർ മോർ ആണ്. സോ അതിന്റെ പുറത്തേക്ക് 2 ഇത് വരണമെങ്കിൽ എന്തായിരിക്കും? 10,000 കഴിഞ്ഞാൽ മാത്രമേ 2 കിലോമീറ്റർ വരെയെങ്കിലും എന്താവുള്ളൂ? ക്യാപിറ്റൽ അസറ്റ് ആവത്തുള്ളൂ. സോ 9,000 ആണെങ്കിൽ നോക്കണോ? 9,000 ആണെങ്കിൽ എന്തായിരിക്കും അത്? നോട്ട് സിറ്റുവേറ്റഡ് ഇൻ സ്പെസിഫൈഡ് ഏരിയ, ക്യാപിറ്റൽ അസറ്റ് ആകില്ല. ക്ലിയർ ആണോ? then 7 kilometers 4 lakh എന്ന് പറയാം. എന്തായിരിക്കും ഇതിന്റെ സ്റ്റാറ്റസ്? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കോ അല്ലയോ? 7 കിലോമീറ്റേഴ്സ് 7 ഉണ്ടോ? 6 കഴിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരണം? 6 കഴിയണം ഉണ്ടോ? 10 ലാക്ക് വരെ ആണെങ്കിൽ 6 കിലോമീറ്റേഴ്സ് വരെ വരത്തുള്ളൂ. ഇവിടെ ആകെ എത്ര വന്നിട്ടുള്ളൂ? 4 ലാക്ക് വരെ വന്നിട്ടുള്ളൂ. സോ 7 കിലോമീറ്റേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ കാറ്റഗറി വരണമെങ്കിൽ എന്തായിരിക്കണം? പോപ്പുലേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10 ലാക്ക്. ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ? 4 ലാക്ക്. അപ്പം ഈ 7 കിലോമീറ്റർ വരുന്ന ഏരിയ 10 ലാക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകൂ? സ്പെസിഫൈഡ് ഏരിയ ആകുള്ളൂ. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ. നമ്മള് ഡിസ്റ്റൻസ് നോക്കാം, പോപ്പുലേഷൻ നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ആ പോപ്പുലേഷൻ എത്ര ഉണ്ടെങ്കിൽ അപ് ടു ദിസ് ഡിസ്റ്റൻസ് കിട്ടും നോക്കാം. ആൻസറിലേക്ക് വരിക. then 8 kilometer 10,50,000. 10 ലാക്കിന് മുകളിലാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കണം. 10 ലാക്കിന് മുകളിലാണെങ്കിൽ എത്ര കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ്? ലോക്കൽ ലിമിറ്റിൽ നിന്ന് 8 കിലോമീറ്റർ വരെ എന്തായിരിക്കും? സ്പെസിഫൈഡ് ഏരിയ ആയിരിക്കും. ഇവിടെ 10 ലാക്കിന് മുകളിലാണ് 8 കിലോമീറ്റേഴ്സ്. സോ ഒബ്വിയസ്ലി ഇത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? ക്യാപിറ്റൽ അസറ്റ്. യെസ്. then ലാസ്റ്റ് വൺ. സോ ഇനിയാണ് ഇവിടെയാണ് ഇതും കൂടെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 9 kilometers population 14 lakhs. പോപ്പുലേഷൻ 10 ലാക്കിന് മുകളിലോട്ട് എത്ര വന്നാലും, എത്ര വരെ ഉള്ളൂ സ്പെസിഫൈഡ് ഏരിയ മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന്? അപ് ടു 8 കിലോമീറ്റേഴ്സ്. സോ 8 കിലോമീറ്റേഴ്സിന് പുറത്ത് വന്നാൽ അത് എന്തായിരിക്കും? റൂറൽ ഏരിയ അല്ലെങ്കിൽ നോട്ട് ഇൻ സ്പെസിഫൈഡ് ഏരിയ. ദാറ്റ് മീൻസ് എന്താകില്ല? ക്യാപിറ്റൽ അസറ്റ് ആകില്ല. അതേപോലെ 10 കിലോമീറ്റർ 20 lakhs ക്യാപിറ്റൽ അസറ്റ് ആണോ? 10 ലാക്കിന് മുകളിൽ എത്ര വന്നാലും മുനിസിപ്പൽ ലിമിറ്റ് അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡിൽ നിന്ന് എത്ര കിലോമീറ്റർ, മാക്സിമം എത്ര കിലോമീറ്റർ വരെ സ്പെസിഫൈഡ് ഏരിയ ആവുള്ളൂ? 8 കിലോമീറ്റേഴ്സ്. സോ അതിന് പുറത്ത് വരുന്ന ഏരിയ എത്ര പോപ്പുലേഷൻ ഉണ്ടെങ്കിലും എന്താകൂല?
സ്പെസിഫൈഡ് ഏരിയ ആകില്ല. സ്പെസിഫൈഡ് ഏരിയ അല്ലാത്ത ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡ് എന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ് ആകില്ല. ക്ലിയർ ആണോ? സോ നമ്മള് ക്യാപിറ്റൽ അസറ്റ് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യായിരുന്നു. Then exclusion ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് ഏരിയ അഗ്രികൾച്ചർ ലാൻഡ് വിച്ച് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ സ്പെസിഫൈഡ് ഏരിയ. സോ അഗ്രി ലാൻഡ് ആയിരിക്കണം, നോട്ട് സിറ്റുവേറ്റഡ് സ്പെസിഫൈഡ് ഏരിയ കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Then specified gold bonds. Gold bonds. Then special bearer bonds issued by central government. Gold deposit bond 1999 or deposit certificate issued under gold monetization scheme and gold monetization scheme under section 2018 notified by central government. No. So specified gold bond ഇങ്ങനെയുള്ള എല്ലാം എന്താണ്? ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. Then unit linked insurance ULIP to which exemption under section 10 subsection 10D does not apply due to 4th and 5th proviso thereto. So ULIP which is to which exemption ULIP to which exemption under section 10 subsection 10D does not apply due to 4th and 5th proviso thereof. So ഇത്രയാണ് 2 subsection 14. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ അസറ്റ് അത്രത്തോളം ക്ലിയർ ആയിരിക്കണം. ക്യാപിറ്റൽ അസറ്റ്സ് നോക്കി ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. So capital asset means property of any kind whether or not connected with business or profession. So that means നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എല്ലാം തന്നെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫസ്റ്റ് എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ എന്താവൂല? ക്യാപിറ്റൽ അസറ്റ് ആവൂല. മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള എല്ലാ പേഴ്സണൽ പ്രോപ്പർട്ടിയും എന്താണ്? എക്സ്ക്ലൂഷൻ ലിസ്റ്റിലുണ്ട്. ബട്ട് എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? സോ എനിക്കൊരു സ്വർണ്ണമാല ഉണ്ടെങ്കിൽ സോ അത് ആക്ച്വലി ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ബട്ട് അത് എന്തിനകത്ത് വരും? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ദെൻ ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, എനി വർക്ക് ഓഫ് ആർട്ട്, ഇതെല്ലാം എന്തിൽ വരും? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരും. Then rural agriculture land, that means urban agriculture land. Specified area നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്പെസിഫൈഡ് ഏരിയയിൽ വരുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിലും എന്തായിട്ട് കണക്കാക്കും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. അതിന് പുറത്ത് വരുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ will not be treated as capital asset. അതാണ് ഇപ്പോൾ നമ്മൾ സ്പെസിഫൈഡ് ഏരിയ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? സ്പെസിഫൈഡ് ഏരിയ ഡിസ്കസ് ചെയ്തത്. Then special bearer bond, gold deposit bond, etc. Then last one, unit linked insurance policy. ULIP to which exemption under section 10 subsection 10D not apply due to 4th and 5th proviso thereof. So ഇവിടെ നമുക്ക് section 10 subsection 10 ഡെപ്തിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. സോ അപ് ടു ദിസ് പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? 10 subsection 10D നോട്ട് ചെയ്യാം. section 10 subsection 10D. Okay. So നമ്മൾ ATC ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ കയറി വരുന്നതാണ് 10 subsection 10D. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ് 4th and 5th proviso എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത്. സോ ലാസ്റ്റ് ഇയറിൽ അഡീഷണൽ ആയിട്ട് വന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ അമെൻമെന്റ് അല്ല എങ്കിൽ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത്. സോ 10 subsection 10D എന്ന് പറയുന്നത് exemption on maturity. Exemption on maturity of life insurance policy. Life insurance policy. Some received under a life insurance policy including some allocated by way of bonus
including some allocated by way of bonus, is exempt from tax. ഒരു ഇൻഷുറൻസ് പോളിസി ാകാം ഇൻഷുറൻസ് പോളിസി ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ വരുന്ന 10 സബ്സെക്ഷൻ 10D പ്രകാരം സം റിസീവ് ചെയ്യുന്ന സം ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് എന്തെങ്കിലും ബോണസ് ഉണ്ടെങ്കിൽ പോലും എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. But following are taxable. But following normally insurance premium, life insurance premium, some received under including so maturity received bonus exempted on 10 subsection 10D prakaram. Then following are taxable. ഈ കിട്ടുന്ന പോളിസിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ടാക്സബിൾ ആണ്. ബട്ട് ഫോളോയിങ് ആർ ടാക്സബിൾ. റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി. Keyman insurance policy. Then second one, if premium paid is more than prescribed limit. So limit prescribe ചെയ്യുന്നതിൽ മുകളിലാണെങ്കിൽ okay. So അത് നമ്മൾ സെക്ഷൻ 80 prescribed limit ഡിസ്കസ് ചെയ്യുന്നത്. That is 20% or 15% or 10% as per section 80. നമ്മൾ chapter 6 deduction. But if received on death, so on death ആണ് receive ചെയ്യുന്നതെങ്കിൽ it is exempted. It is exempted. Then നോക്കണ്ടോ, ഇതാണ് നോർമലി 10 സബ്സെക്ഷൻ 10D പറയുന്നത്. യൂലിപ് ആയിട്ട് ബന്ധപ്പെട്ട് 10 സബ്സെക്ഷൻ 10D പറയുന്നത് 4th and 5th പ്രൊവിസോ. സോ അതെന്താണെന്ന് ശ്രദ്ധിക്കാം. 4th and 5th proviso okay of 10 subsection 10D പറയുന്നത് exemption under section 1010D is not available to unit linked insurance policy if policy issued on or after 1st February 2021 and premium payable is more than rupees 2,50,000 for any previous year during term of such policy. During the term of such policy. So that means premium payable 2,50,000 കൂടുതലാണ് ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ വരുന്നതെങ്കിൽ അത് എന്താകില്ല. Then second one, the aggregate amount of premium. The aggregate amount of premium exceeding rupees
2,50,000 in any of the previous years during term of such ULIP, in case where premium payable by a person for more than one ULIP, for more than one ULIP after 1st February 2021. 1st February 2021. So aggregate payment. So ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റ് പ്രീമിയം ഫിനാൻഷ്യൽ ഒരു പ്രീവിയസ് ഇയറിൽ 2,50,000 എക്സീഡ് ചെയ്താൽ, so that means exemption under section 10D വരുന്നത് നോർമലി ലൈഫ് ഇൻഷുറൻസ് പോളിസീസിനാണ്. സോ 4th and 5th പ്രൊപ്പോസോ സബ്സെക്ഷൻ 10D പറയുന്നത് എന്താണ്? സോ ഈ എക്സംഷൻ കിട്ടുന്നില്ല എങ്കിൽ, സോ യൂണിറ്റ് ലിങ്ക്ഡ് എക്സംഷൻ കിട്ടുന്നില്ല എങ്കിൽ, സോ ഇത് വരുന്നത് മേജർ കാറ്റഗറിയിലാണ്. സോ എനി സെക്യൂരിറ്റി, സോ ക്യാപിറ്റൽ അസറ്റ് ഡെഫിനറ്റ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് പറഞ്ഞു. ദെൻ എനി സെക്യൂരിറ്റി ഹെൽഡ് ബൈ FII. ദെൻ നെക്സ്റ്റ് കേസ് ആണ് വരുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ULIP to which exemption under 10D does not apply. സോ ഇവിടെ വരുന്നത് so capital asset ആകുന്ന ഏതൊക്കെയാണ്? property of any kind whether or not connected with profit or business or profession. Then securities held by foreign institutional investors. Then capital asset ആകാത്ത cases നമ്മൾ പറഞ്ഞു any securities held by foreign institutional investors. Then third one ആണ് the unit linked policy to which exemption under section 10 subsection 10D does not apply due to 4th and 5th provision. So that means 10 subsection 10D exemption കിട്ടാത്ത unit linked policies എന്താകും? capital asset ആകും as per section 2 subsection 14. ക്ലിയർ ആണോ? സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. 45 subsection 1. സോ ബേസ് അത്രത്തോളം ക്ലിയർ ആയിരിക്കണം നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ട്രാൻസ്ഫർ എന്താണെന്നുള്ളതൊക്കെ. സോ 2 subsection 14 ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പഠിച്ചു. 2 subsection 14 പ്രകാരം property of any kind whether or not connected with business or profession ആണ് ഫസ്റ്റ് ക്യാപിറ്റൽ അസറ്റ്. Then securities held by foreign institutional investors as per SEBI regulations. Then ക്യാപിറ്റൽ അസറ്റ് ആകാത്ത കേസസ് ആണ് നമ്മൾ മൂന്നാമത് പറഞ്ഞത്. ബട്ട് ക്യാപിറ്റൽ അസറ്റ് എക്സ്ക്ലൂഡ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വരില്ല, പേഴ്സണൽ എഫക്ട് ഓഫ് മൂവബിൾ നേച്ചർ വരില്ല, മൂവബിൾ അസറ്റ്സ് വരില്ല. പക്ഷെ അതിൽ നിന്ന് എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ അസറ്റ് ആകും ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ ഓർ എനി വർക്ക് ഓഫ് ആർട്ട് വിൽ ബി എ ക്യാപിറ്റൽ അസറ്റ്. ദെൻ എന്താണ്? റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്. എന്താണ്? റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആകില്ല. ബട്ട് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ സ്പെസിഫൈഡ് ഏരിയയില് സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡ് എന്താകും? ക്യാപിറ്റൽ അസറ്റ് ആകും. സോ സ്പെസിഫൈഡ് ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സ്പെസിഫൈഡ് ഗോൾഡ് ബോണ്ട്, സ്പെഷ്യൽ ബിയറർ ബോണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്, ഇതെല്ലാം എന്താകും? ഇതെല്ലാം എന്താണ്? എക്സ്ക്ലൂഷനിൽ വരുന്നതാണ്. ക്യാപിറ്റൽ അസറ്റിന്റെ എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ വരുന്നതാണ്, ബട്ട് എക്സ്ക്ലൂഡ്സിൽ വരുന്നതാണ്. ദെൻ മൂന്നാമത് ക്യാപിറ്റൽ അസറ്റ് ആകുന്ന എന്താണ്? ULIP policies to which exemption under section 10 subsection 10D does not apply due to 4th and 5th proviso. So 4th and 5th proviso നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു വർഷത്തെ പ്രീമിയം പേയബിൾ 2,50,000 എക്സീഡ് ചെയ്താൽ ഒന്നിൽ കൂടുതൽ ULIP ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് അഗ്രിഗേറ്റ് എമൗണ്ട് ഉണ്ടോ? ഒരെണ്ണമായിട്ട് എടുത്താൽ ഇങ്ങനെ ഒരു എക്സംഷൻ കിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളത് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ പ്രീമിയം പേ ചെയ്താലും എന്ത് സംഭവിക്കും? ഈ പറയുന്ന 5th, 4th and 5th proviso അട്രാക്ട് ചെയ്യും 10 subsection 10D. സോ അത് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ക്യാപിറ്റൽ അസറ്റ് ക്ലിയർ അല്ലേ?
ഇത് ഈ പറയുന്ന എക്സാമ്പിൾസ് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് പറയാം. ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് പറയാം. എക്സാമ്പിൾ ആണ് TV used for personal purpose. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒന്ന് നോക്കണം എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് എന്ത് അട്രാക്ട് ചെയ്യത്തില്ല? ക്യാപിറ്റൽ ഗെയിൻ. സോ TV ഉണ്ടോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ എല്ലാം എന്തിൽ വരില്ല? ക്യാപിറ്റൽ അസറ്റിൽ വരില്ല. പക്ഷേ പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ ഇതാണെങ്കിൽ, അതായത് ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, എനി വർക്ക് ഓഫ് ആർട്ട് അല്ലാത്തതെല്ലാം എന്താണ്? ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ TV എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണോ? മൂവബിൾ ആണ്. ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് ആകുന്ന പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ ഐറ്റംസിൽ വരുന്നതാണോ TV? സോ TV യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സോ നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. Then car used for personal purpose ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? കാർ എന്ന് പറയുന്നത് ആ എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞ ജ്വല്ലറി, പെയിന്റിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, സ്കൾപ്ചേഴ്സ്, എനി വർക്ക് ഓഫ് ആർട്ടിൽ വരുന്നതാണോ? സോ അതില് വരുന്നില്ല. therefore അത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? കാർ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. കാർ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ക്യാപിറ്റൽ അസറ്റ് അല്ലെ? നോട്ട് എ capital asset, not a capital asset. Then drawings, personal nature, drawings capital asset ആകുമോ ഇല്ലയോ? പേഴ്സണൽ എഫക്റ്റ് ആണെങ്കിലും ഡ്രോയിങ്സ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി ഇത് പറയാം. കാർ യൂസ്ഡ് ഇൻ ബിസിനസ് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? സോ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന മൂവബിൾ ആണെങ്കിൽ ഇമ്മൂവബിൾ ആണെങ്കിൽ എല്ലാം ക്യാപിറ്റൽ അസറ്റ് ആണ്. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എന്തുമാത്രമാണ് എക്സ്ക്ലൂഷൻ കിട്ടുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ. സോ നമ്മുടെ ഒരു കാർ മാനുഫാക്ചറിങ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ കാറിന്റെ സെയിൽസ് ആണ് ബിസിനസ് എങ്കിൽ കാർ ഉണ്ടോ? അത് എടുത്തു പറയണം. ഇത് ബിസിനസിന് യൂസ് ചെയ്യുന്ന കാർ ഉണ്ടോ? കാർ പേഴ്സണൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ബട്ട് കാർ ബിസിനസ്സിലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ്? ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എനി കൈൻഡ് ഓഫ് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ് എക്സെപ്റ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ദാറ്റ് മീൻസ് ബിസിനസിന് യൂസ് ചെയ്യുന്ന കാർ ആണെങ്കിൽ അത് വിറ്റാൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻ അട്രാക്റ്റീവ്. അതായത് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? കാർ യൂസ്ഡ് ഇൻ ബിസിനസ് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ? യെസ്, ഇതൊരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ. സോ നമുക്ക് ജസ്റ്റ് കാർ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ട്രാൻസ്ഫേർഡ് സോ ആൻഡ് സോ ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്റ്റീവോ ഇല്ലയോ എന്നായിരിക്കും നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ 2 സബ്സെക്ഷൻ 14 പ്രകാരം 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുള്ളൂ. ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ 2 സബ്സെക്ഷൻ 14 പ്രകാരം ഡെഫിനിഷൻ നോക്കിയിട്ട് അത് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിലാണെങ്കിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ എവിടെ കൊണ്ടുവന്നാൽ മതി? ക്യാപിറ്റൽ ഗെയിനിൽ കൊണ്ടുവന്നാൽ മതി. ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഒരു കാര്യം സെയിൽ നടത്തി അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തി എന്തെങ്കിലും ഗെയിൻ ഉണ്ടായാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? സോ എടുത്തു പറയാം 2 സബ്സെക്ഷൻ 14 പ്രകാരം 3 ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എനി കൈൻഡ് whether or not connected with business or not, then securities held by FII for institutional investors, then ULIP 10 subsection 10D 4th and 5th proviso പ്രകാരം എക്സംഷൻ കിട്ടാത്ത ULIP ഈ പറയുന്ന 3 ഐറ്റംസ് ആണ്. then personal effects of movable nature നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് വരുന്ന ജ്വല്ലറി, പെയിന്റിങ്സ്, വർക്ക് ഓഫ് ആർട്ട്, സ്കൾപ്ചേഴ്സ് ഇത്രയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ അല്ലേ?
ക്യാപിറ്റൽ അസറ്റ് ആണോ, ദെൻ നമ്മൾ ഇനി ട്രാൻസ്ഫർ ഡെഫിനിഷൻ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഇൻകം ഉണ്ടായാൽ ക്യാപിറ്റൽ ഗെയിൻ ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ ലോസ്. ക്ലിയർ ആണോ പോയിന്റ്? 2 subsection 14 capital asset. Then so 45 subsection 1 നമ്മൾ ഫസ്റ്റ് ഏരിയ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വരുവാണ്. ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഗെയിൻ അട്രാക്ട് ചെയ്യുന്നു. ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ നടന്നത് ആ പ്രീവിയസ് ഇയറിലായിരിക്കും എന്ത് ചാർജ് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ചാർജ് ചെയ്യാം. സോ ഉണ്ടോ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് 45 subsection 1 capital asset definition 40 section ഉൾപ്പെടെ പഠിച്ചു മാറണം. So 2 subsection 14 capital asset, 2 subsection 47 transfer. So ഇനിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്താണ്? ഈ 2 subsection 14 പ്രകാരമുള്ള ക്യാപിറ്റൽ അസറ്റ് 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ഇൻകം അല്ലെങ്കിൽ ലോസ് will be taxed under capital gain as capital gains അല്ലെങ്കിൽ capital loss in the previous year in which transfer took place. Clear അല്ലേ? ട്രാൻസ്ഫറിലേക്ക് പോവാം. ട്രാൻസ്ഫർ എന്താന്നുള്ളത് നെക്സ്റ്റ് 2 subsection 47 ട്രാൻസ്ഫർ പറയുന്നത്. നോക്കാം എന്തൊക്കെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Definition ആണ്. Transfer includes, inclusive definition ആണ്. Includes sale, normally or sale, exchange or relinquishment of the asset, extinguishment of any rights thereon, compulsory acquisition there under any law, conversion of capital asset into stock in trade, conversion of capital asset into stock in trade, maturity, or redemption of zero coupon bond, allowing the possession of any immovable property in part performance of Contract Act under section 53A of Transfer of Property Act, any transaction like becoming a member or acquiring shares in a corporate society which has the effect of transferring or enabling enjoyment of immovable property. So member or acquiring shares in a cooperative society which has the effect of transferring or enabling enjoyment of immovable property. So ഇത്രയും ഐറ്റംസിനെ നമ്മൾ എന്തോരും ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് ഒന്നുകിൽ സെയിൽ ആകാം, എക്സ്ചേഞ്ച് ആകാം, റീലിംഗ്വിഷ്മെന്റ് ഓഫ് അസറ്റ്, then extinguishment of any rights therein, extinguishment of rights, so compulsory acquisition thereof under any law, or conversion of capital asset into stock in trade, maturity or redemption of zero coupon bond, allowing possession of part performance, possession of any immovable property on part performance on account of Transfer of Property Act. Then any transaction like becoming a member or acquiring shares in a cooperative society which has the effect of transferring or enabling enabling the enjoyment of immovable property. എല്ലാം സെയില്, എക്സ്ചേഞ്ച്, റീലിംഗ്വിഷ്മെന്റ്, എക്സ്റ്റിംഗ്വിഷ്മെന്റ്, then compulsory acquisition, conversion of capital asset into stock in trade, redemption അല്ലെങ്കിൽ maturity of zero coupon bond. So part performance of contract possession, allowing possession of immovable property, then ഒരു മെമ്പർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷെയർ മെമ്പർ അക്വയറിംഗ് becoming a member of or acquiring shares in a corporate society which has the effect of transferring or enabling enjoyment of immovable property. So ഇത്രയും ഐറ്റംസ് നമ്മൾ 2 subsection 47 പ്രകാരം എന്തായിട്ട് കണക്കാക്കും? ട്രാൻസ്ഫർ. നോർമൽ സെയിൽ, അതായത് 2 subsection 47 പ്രകാരമുള്ള 2 subsection 14 പ്രകാരമുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് സെയിൽ നടത്തിയാൽ, സെയിൽ എന്തിനകത്ത് വരുന്നുണ്ട്? സെക്ഷൻ 2 subsection 47 പ്രകാരം എന്താണ് സെയിൽ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് സെയിൽ നടന്ന ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം എന്തായിരിക്കും? ക്യാപിറ്റൽ
ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലേക്ക് ആഡ് ചെയ്യും. ക്ലിയർ ആണോ? 2 subsection 47 ട്രാൻസ്ഫർ. സോ നമ്മൾ എവിടെ എത്തി? 45 subsection 1 പ്രകാരം എന്താണ് ക്യാപിറ്റൽ അസറ്റ്. 2 subsection 14 പ്രകാരമുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് അട്രാക്ട് ചെയ്യും. സോ അത്രയാണ് നമ്മൾ ഇനി പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എത്ര ഇനി നമ്മൾ ക്യാപിറ്റൽ അസറ്റ്. സോ നമ്മൾ ഇനി ഡെപ്തിലേക്ക് പോവാണ്. ഏതൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഗെയിൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദെൻ നെക്സ്റ്റ് ഹെഡ് ആയിട്ട് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. സോ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നുകിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ഇനിയും എളുപ്പത്തിന് വേണ്ടിയിട്ട് STCA ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും ഇതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് LTCA ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 2 subsection 42A 2 subsection 42A 2 subsection 42 ക്യാപിറ്റൽ എ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 2 subsection 29A സെക്ഷൻ 2 subsection 29A ആണ് ഡെഫിനിഷൻ. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ. സോ നമുക്ക് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗെയിൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ, നമ്മൾ ഓൾറെഡി എന്തിൽ ഡിസ്കസ് ചെയ്തു, PGBP ഡിപ്രീഷിയബിൾ അസറ്റ് ആണ് സെയിൽ നടത്തുന്നതെങ്കിൽ ഗെയിൻ ഷുഡ് ബി ഓൾവേസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ PGBP ഡിസ്കസ് ചെയ്തായിരുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകുന്ന ഗെയിൻ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ഇത് പറയുന്നത് സെക്ഷൻ 2 subsection 42B-യിലാണ്. ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ക്ലിയർ ആണോ? സോ ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ എന്താണ്, ഗെയിൻ ഇൻക്ലൂഡ്സ് ലോസ് ഓൾസോ. ദാറ്റ് മീൻസ് ഗെയിൻ ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മൾ അത് ഏത് സെക്ഷനിലാണ് പറയാ? സെക്ഷൻ 2 subsection 42B. ക്ലിയർ ആണോ? രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണുള്ളത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു സെക്ഷൻ 2 subsection 47 പ്രകാരം ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ അട്രാക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗെയിൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ജസ്റ്റ് വേഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ലോസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ലോസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ നടത്തി. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ നടത്തിയിട്ട് കിട്ടുന്നത് ഗെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. സോ ഗെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ഫോം ആണ് LTCG. ഇതാണെങ്കിലോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. സോ രണ്ട് കേസിലും ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 2 subsection 29B.
section 2 subsection 29b ആണ് long term capital gain അല്ലെങ്കിൽ gain means loss also. loss ആണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സെക്ഷൻ short term capital asset, long term capital asset. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഡിസ്കസ് ചെയ്യാൻ പോകണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 42A ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് means a capital asset held by assessee for not more than, okay, so general ആണ്, for not more than 36 months immediately preceding the date of transfer. So general definition ആണ്. So ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ അത് ഞാൻ എന്നാണോ എനിക്ക് കിട്ടിയത് അന്ന് മുതൽ ഞാൻ എന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെ 36 മാസത്തിന് മുകളിലല്ല എന്റെ ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ, സോ ഞാൻ ഹെൽഡ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് മീൻസ് ആ പീരീഡ് എടുക്കുന്നത് എന്നാണോ അസറ്റ് എനിക്ക് കിട്ടിയതാണ് ഹെൽഡ് ബൈ അസസി. സോ എന്നാണോ എനിക്ക് കിട്ടിയത് അന്ന് മുതൽ എന്നാണോ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സോ വേർഡ് യൂസ് ചെയ്യണം ട്രാൻസ്ഫർ തന്നെയാണ്. സെയിൽ ആണെങ്കിൽ നമ്മൾ ബിക്കോസ് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലാണ് നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ ഗെയിൻ. സോ എന്നാണോ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, സോ ഞാൻ എന്നാണോ ട്രാൻസ്ഫർ ചെയ്യാൻ തൊട്ട് മുമ്പുള്ള ദിവസം വരെ 36 മാസം വരെയാണ് എന്റെ ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയാം. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 36 മാസം വരെയാണെങ്കിൽ ജനറൽ ഡെഫിനിഷൻ ആണ്. 36 മാസം വരെയാണെങ്കിൽ അത് എന്തായിരിക്കും, അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ ആണോ? സോ ഇത് ജനറൽ ഡെഫിനിഷൻ ആണ്. ക്ലിയർ ആണോ? ജനറൽ ഡെഫിനിഷൻ. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നിന്നാണ് നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. നോക്കട്ടെ, ഇതിനകത്ത് ബേസ് കോൺസെപ്റ്റിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം, ബിക്കോസ് അതറിയില്ല എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് എഴുതുന്നത് വരെ. സോ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലേ, സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ അത് ഉൾപ്പെടെ എഴുതിയാലാണ് നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുക. സോ ദെൻ നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ 42A പ്രകാരം സ്പെസിഫിക്കേഷൻ ജനറൽ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? For 36 months വരെയാണ് ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ നമുക്ക് സ്പെസിഫൈഡ് അസറ്റ്സിന്റെ കേസിൽ സ്പെസിഫൈഡ് അസറ്റ്സ്, സോ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ഉണ്ടോ, ഇതിന്റെ ബേസിസിലാണ് ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റ് ആണോ നോക്കിയിട്ടാണ് അത് എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്, ദെൻ എന്ത് ടൈപ്പ് ഓഫ് ഗെയിൻ ആണ് എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഷോർട്ട് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം, ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതിയാലാണ് നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുന്നത്. സോ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇത് വരുന്നത് സെക്യൂരിറ്റീസ്. So note here, securities other than units, securities other than units listed in a recognized stock exchange in India. So that means any securities other than listed units listed in a recognized, that means securities other than units, other than units, securities other than units. Then next one, securities other than units. Then next
securities other than units, then securities other than units, then second one. Units of, second one, units of UTI, Unit Trust of India. Then third one, equity oriented, units of equity oriented mutual funds. So first is securities other than units, then second one units of UTI, then units of equity oriented mutual funds, then third one, fourth one, zero coupon bonds, zero coupon bonds. No, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത്ര ഐറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. Securities other than units of units listed in recognized stock exchange in India, then units of UTI, then units of unit equity oriented mutual fund, then zero coupon bonds. Okay, so ഈ പറയുന്ന നമ്മൾ ജനറൽ ഡെഫിനിഷൻ പറഞ്ഞു, 36 മാസത്തിന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന 4 കാറ്റഗറി ഓഫ് അസറ്റ്സ് ആണെങ്കിൽ, 4 കാറ്റഗറി ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ആണെങ്കിൽ, if period of holding, so holding period less than or equal to 12 months, that means up to 12 months ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, short term capital asset. But period of holding greater than 12 months, so 36 മാസം ജനറലി പറഞ്ഞെങ്കിലും ഈ പറയുന്ന 4 ക്യാപിറ്റൽ അസറ്റ്സിനും എന്താണ്, 12 മാസം വരെ ആണെങ്കിൽ ഷോർട്ട് ടൈം. ഓക്കെ, 12 മാസത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്താൽ എന്താവും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? സോ സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ് ഓഫ് യൂണിറ്റ്സ്, ദെൻ യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട്. സോ ഇതിനൊക്കെ എന്താണ്, 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്താവും, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആകും. ജനറലി 36 മാസം എന്ന് പറയുന്നെങ്കിലും ഈ പറയുന്ന അസറ്റ്സിന്, ഈ പറയുന്ന 4 അസറ്റ്സിന് എത്രയാണ്, 12 മാസം വരെ ഹോൾഡിംഗ് പീരീഡ് ഉള്ളൂ എങ്കിൽ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് 12 മന്ത്സ് ആണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇഫ് ഇറ്റ് എക്സീഡ്സ് 12 മന്ത്സ് ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. ക്ലിയർ ആണോ? Then other than units listed in a recognized stock exchange, then second one. So 3 criteria ആണുള്ളത്. Then second one, അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് unlisted shares. So unlisted shares means എന്താണ്, ഇന്ത്യയിലെ recognized stock exchange ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസ്, that is not listed in a recognized stock exchange in India. No, so ഇവിടെ എന്താണ്, സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലിസ്റ്റഡ് സെക്യൂരിറ്റീസും ഫസ്റ്റ് കാറ്റഗറി വരും. യൂണിറ്റ്സ് ഓഫ് UTI ഫസ്റ്റ് കാറ്റഗറി വരും. യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് ഫസ്റ്റ് ഇയർ കാറ്റഗറി വരും. സീറോ കൂപ്പൺ ബോണ്ട്സ് ഓൾസോ ഫസ്റ്റ് കാറ്റഗറി വരും. സെക്കൻഡ് കാറ്റഗറിയിൽ 2 ഐറ്റം ആണ് പറയുന്നത്, അൺലിസ്റ്റഡ് ഷെയർസ്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ല പറഞ്ഞിരിക്കുന്നത്, അൺലിസ്റ്റഡ് ഷെയർസ്. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഓൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓൾ സെക്യൂരിറ്റീസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എല്ലാം അതർ ദാൻ യൂണിറ്റ്സ്. ദെൻ ഇവിടെ അടുത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ വരാം, ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ബോത്ത്. ക്ലിയർ ആണോ? സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താ, അൺലിസ്റ്റഡ് ഷെയർസ്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ല, അൺലിസ്റ്റഡ് ഷെയർസ്. അൺലിസ്റ്റഡ് ഷെയർസ്.
ക്ലിയർ അല്ലേ? ദെൻ ഈ കാറ്റഗറിയില് ഒരു ശ്രദ്ധിക്കാം, പീരീഡ് ഓഫ് ഹോൾഡിംഗ് അപ് ടു 24 months ആണെങ്കിൽ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് അപ് ടു 24 months എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 24 months ആണെങ്കിൽ ഇതുവരും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ജനറലി 36 months എന്ന് പറയുന്നുണ്ടെങ്കിലും സ്പെസിഫൈഡ് അസറ്റ്സ് ആണ്. നമുക്ക് എങ്ങനെ സമപ്പ് ചെയ്യാം? ഇതിനകത്ത് 24 months വരെ ഹോൾഡ് ചെയ്യാവുന്ന 2 കാറ്റഗറി ഉള്ളൂ. എന്താണ്? അൺലിസ്റ്റഡ് ഷെയർസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും. ദാറ്റ് മീൻസ് എന്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അത് ഞാൻ കറക്റ്റ് 24 മാസമാണ് ഹെൽഡ് ചെയ്തതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് അസറ്റ് ആയിരിക്കും? ഷോർട്ട് ടൈം ആയിരിക്കോ ലോങ് ടൈം ആയിരിക്കോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പേഴ്സണൽ ആണെങ്കിലും എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള ഒരു ലാൻഡ് ഞാൻ 23 മാസം ഹെൽഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കോ? എന്റെ ലാൻഡ് 23 മാസമാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്, ഷോർട്ട് ടൈം അല്ലെ? ദെൻ എന്റെ കയ്യിൽ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അത് ഞാൻ 13 മാസം ഹെൽഡ് ചെയ്താൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 13 മാസമാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ? ലിസ്റ്റഡ് സെക്യൂരിറ്റി ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? സോ അടുത്ത കാറ്റഗറിയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇവിടെ പറഞ്ഞു, ബട്ട് ഇവിടെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി എന്നല്ല പറഞ്ഞ, അൺലിസ്റ്റഡ് ഷെയർസ്. സോ ദാറ്റ് മീൻസ് തേർഡ് കാറ്റഗറിയിലെ ഫസ്റ്റ് വൺ എന്തായിരിക്കും? Unlisted securities other than shares, because unlisted shares എന്നാണ് 24 months കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞു. സോ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. 12 months കാറ്റഗറിയിൽ 4 എണ്ണം, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ്, then units of UTI, then units of equity oriented fund, then zero coupon bonds. സോ ഇവിടെ കണ്ടോ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ് ഉണ്ടാവും. അത് സെക്കൻഡ് കാറ്റഗറിയിൽ വന്നിട്ടില്ല, അത് ഇവിടെ വരും തേർഡ് കാറ്റഗറിയില്. യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ്, യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ്, യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ്, units of debt oriented funds. Then third one ഇത് എടുത്തു പറഞ്ഞ് നോക്കേണ്ട, ഇവിടെ വന്നതുകൊണ്ടാണ്. then other capital assets എല്ലാം other capital assets so other capital assets because ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ എന്താണ് 36 months ആണ്, ബട്ട് ഈ പറയുന്ന 4 ഐറ്റംസിന് എത്രയാണ്? 12 months ആണ്. 12 months കൂടുതലാണെങ്കിൽ ലോങ് ടൈം. ഈ പറഞ്ഞ 2 ഐറ്റംസിന് 24 months ആണ്. ബാക്കിയുള്ള ഈ പറയുന്ന ഐറ്റംസിനെല്ലാം നമുക്ക് എങ്ങനെ പറയാം? 36 months എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ടാണ് വരുന്നത്. സോ രണ്ടായിട്ട് തിരിക്കുന്നു. പീരീഡ് ഓഫ് ഹോൾഡിംഗ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 months ആണെങ്കിൽ എന്താവും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ദെൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 36 months ആണെങ്കിലോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? സോ എന്നാൽ ഉറപ്പായിട്ടും ഓക്കെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. സോ നമുക്ക് ഇതിൽ നിന്ന് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് ഈ പറയുന്ന അസറ്റ്സിന് ഈ പറയുന്ന 3 കാറ്റഗറി ഓഫ് അസറ്റ്സിൽ ഏതിൽ വരും, എത്ര മന്ത്സ് ഉണ്ട് പീരീഡ് ഓഫ് ഹോൾഡിംഗ്, അതിനനുസരിച്ചിരിക്കും എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ. സോ ഫസ്റ്റ് കേസ് 12 months കാറ്റഗറി. സോ 12 months വരെ ഹോൾഡ് ചെയ്താൽ ഷോർട്ട് ടൈം ആകുന്ന കാറ്റഗറി. ഓക്കെ എങ്ങനെ പറയാം? ഫസ്റ്റ് listed securities, then units of UTI, units of equity oriented mutual funds അല്ലെങ്കിൽ equity oriented funds, zero coupon bonds. Then second category 24 months വരെ ഷോർട്ട് ടൈം ആകുന്നത് അൺലിസ്റ്റഡ് ഷെയർസ് മാത്രം. then immovable properties, രണ്ട് ഐറ്റം. then ഇതിൽ രണ്ടിലും പെടാത്ത 2 കാര്യങ്ങൾ, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസും, then ഇവിടെ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് മാത്രം വന്നുകൊണ്ട് എന്താണ്? യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്. then ബാക്കിയുള്ള എല്ലാ ക്യാപിറ്റൽ അസറ്റ്സും ഈ 2 കാറ്റഗറി 4+2 വരാത്ത
എല്ലാ കാറ്റഗറി ഓഫ് അസറ്റ്സും എത്രയാണ് 36 മന്ത്സ് വരെയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇഫ് ഇറ്റ് എക്സീഡ്സ് അതെന്താകും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. ക്ലിയർ ആണോ? സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ തന്നെയാണ് എ ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഈസ് നോട്ട് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞുണ്ടോ 12 മാസം വരെയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ, അല്ലെങ്കിൽ 12ൽ കൂടുതൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. 24 മാസം വരെയാണെങ്കിൽ ഷോർട്ട് ടൈം, 24ൽ കൂടുതൽ മീൻ ഷോർട്ട് ടൈം അല്ല ലോങ് ടൈം. 36 മാസം വരെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, 36ൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം. സോ അത് തന്നെയാണ് എന്ത് പറയുന്നത് 2 subsection 29A പറയുന്നത് എ ക്യാപിറ്റൽ അസറ്റ്. സോ ദാറ്റ് മീൻസ് 2 subsection 14 ഡെഫിനിഷനിൽ വന്നുകൊണ്ട് വരുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് എന്തല്ല, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാറ്റഗറി, 2 കാറ്റഗറി മേജർലി. സോ ഫസ്റ്റ് 4 ഐറ്റംസ്: ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്. ഇതിന് 12 മാസം വരെ, 12ൽ കൂടിയാൽ ലോങ് ടൈം. Then unlisted shares, then immovable properties up to 24 months. Then all others. So adile nammal eduthu parayna rendu karyangal unlisted securities other than share, because angane thanne question il keri varum. Unlisted securities other than shares, because unlisted shares edana 24 months category aanu. Then units of equity oriented fund 12 months category ആണ്. നമ്മൾ എടുത്തു പറയാണ് യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്. ദെൻ ഓൾ അതർ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ എന്താണ് ജനറൽ ഡെഫിനിഷൻ ആയ 36 മന്ത്സ് എന്ന കാറ്റഗറിയിലോട്ട് വരും. ക്ലിയർ അല്ലേ? ഷോർട്ട് ടൈമും ലോങ് ടൈമും പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 2 subsection 42A പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ദാറ്റ് ക്യാപിറ്റൽ അസറ്റ് വിൽ ബി എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആസ് പെർ സെക്ഷൻ 2 subsection 29A. ഇപ്പോൾ നമ്മൾ ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ്, നോർമലി പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഫ്രം ക്യാപിറ്റൽ അസറ്റ് ഫസ്റ്റ് held by SSC, then 2 another. So date immediately preceding date of transfer. So transfer ആകുന്ന അന്ന് മുതൽ എന്താണ് അടുത്ത ആളുടെ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന അയാളുടെ ഹോൾഡിംഗ് പീരീഡിൽ പോകും. സോ നമ്മൾ എന്താണോ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് മുതൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന 12 മന്ത്സ് ആണെങ്കിലും 24 മന്ത്സ് ആണോ 36 മന്ത്സ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ എടുക്കുന്ന ആ പീരീഡ് ഞാൻ എന്ത് പറയുന്നത് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്കൊരു സ്പെസിഫിക് ഡിറ്റർമിനേഷൻ ഓഫ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് സ്പെസിഫൈഡ് കേസസ് ആണ്. where shares held in a company in liquidation, the period subsequent to date of liquidation of company shall be excluded. So എന്നാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് അന്ന് വരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ, പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. എന്നാണോ കമ്പനി ഷെയർസ് അക്വയർ ചെയ്തത് അന്ന് മുതൽ പീരീഡ് ഓഫ് എന്നാണോ ലിക്വിഡേഷൻ ഡേറ്റ് അന്ന് വരെ, അതിനുശേഷമുള്ള പീരീഡ് എന്ത് ചെയ്യത്തില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ. ഫസ്റ്റ് വൺ. സോ സ്പെഷ്യൽ കേസസ് ആണ്, നമുക്ക് തിയറി ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ഏരിയ ആണ്. Where asset becomes the property of an assessee by virtue of section 49 subsection 1. So നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യും. 49 subsection 1 എന്താണെന്നുള്ളത്. The period for which capital asset was held by the previous owner shall be included. So 49 subsection 1 പ്രകാരം that means നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. എനിക്ക് ഒരു കേസ് ഞാൻ പറയാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ സോ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കണം. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് മുതൽ എടുക്കും, എനിക്ക് ഗിഫ്റ്റ് തന്ന പ്രീവിയസ് ഓണർക്ക് എന്നാണോ ക്യാപിറ്റൽ അസറ്റ് വാസ് ഹെൽഡ് ബൈ പ്രീവിയസ് ഓണർ ഷാൽ ബി ഇൻക്ലൂഡഡ്. സോ നമ്മൾ ഇത് സെക്ഷൻ 49 സബ്സെക്ഷൻ 1 ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്ക് അവിടെ അതിന്റെ പ്രോബ്ലം സ്ഥിരം ക്വസ്റ്റൻ ആണ്. സോ നമുക്കൊരു ഒരേ ഒരു കേസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ലെവലിൽ ഒരേ ഒരു കേസ് ലോ നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. ആ കേസ് ലോയും ഈ പറയുന്ന സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എക്സാമിന് വരുന്നത്. Then third one, where inventory of business converted into
or treated as capital asset by assessee, period from which conversion or treatment as capital assets shall be considered. So up to that point inventory capital asset alla. So inventory capital asset ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്നാണോ അന്ന് മുതലുള്ള പീരീഡ് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന തൊട്ട് മുമ്പുള്ള പീരീഡ് വരെ എന്തെടുക്കും പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന. ക്ലിയർ ആണോ? Then next one, where share or shares in the Indian company or amalgamated company becomes the property of an assessee in lieu of shares held by him in the amalgamating company at the time of transfer, preferred in section 47. So number section 47 pinid discuss him. Now where shares in Indian company amalgamated company becomes the property of an assessee in lieu of shares held by him in the amalgamating company. So amalgamating company like shares ഉണ്ടായിരുന്നു amalgamated company ilum become property of assessee ആയിട്ടുണ്ടെങ്കിൽ the period for which shares held by assessee in the amalgamating company shall be included. So amalgamating company il ennu mudaano njan share held cheynathu. So that means A limited, B limited. So A limited ആയിരുന്നപ്പോഴായിരുന്നു എനിക്ക് ഡെൽ ഷെയർ ഉണ്ടായിരുന്നത്. സോ അതെന്താണ് അമാൽഗമേറ്റ് ചെയ്ത് വേറെ ഒരു ബി ലിമിറ്റഡ് ആയി വിചാരിക്കുക. സോ അപ്പൊ പീരീഡ് ഓഫ് ഹോൾഡിംഗ്, സോ ബി ലിമിറ്റഡ് അന്ന് മുതൽ പുതിയ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിരിക്കില്ല. എന്നാണോ ഞാൻ ഹോൾഡ് ചെയ്തത്, ബിക്കോസ് അമാൽഗമേറ്റ് ചെയ്തിട്ടും എന്താണ് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഷെയർ അമാൽഗമേറ്റഡ് കമ്പനിയിൽ ഞാൻ തുടരുവാണെന്നുണ്ടെങ്കിൽ, സോ അത് അമാൽഗമേഷന്റെ റൂൾസിൽ പറയുന്നതാണ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ. സോ വീണ്ടും ഞാൻ തുടരുകയാണെങ്കിൽ എന്നാണോ ഞാൻ ആ പഴയ കമ്പനിയിൽ ഞാൻ ഹോൾഡ് ചെയ്ത ടൈം മുതലുള്ള പീരീഡ് എന്ത് ചെയ്യും, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? Where the shares or any other securities is subscribed by the assessee on the basis of right to subscribe to any shares or securities or by person in whose favor such right is renounced by the assessee. The case period from the date of allotment of such shares or securities shall be reckoned. So period in the malana shares or allotment, date of allotment of such shares will be reckoned. Then where the right to subscribe to any shares or securities is renounced in favor of any other person, in favor of any other person. So എനിക്ക് ഒരു റൈറ്റ് ഷെയറിന് എലിജിബിൾ ആയിരുന്നു, വേറെ ഒരാൾക്ക് ഞാൻ റിനൗൺസ് ചെയ്ത് കൊടുത്താൽ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓഫർ ഓഫ് സച്ച് റൈറ്റ് ബൈ ദ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി റെക്കൺഡ്. നെക്സ്റ്റ് വൺ, വേർ any financial asset is allotted without any payment and is on the basis of holding of any other financial asset, then period from the date of allotment of such financial asset shall be considered reckoned. So ഒരു financial asset ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് without any payment, so വേറൊരു financial asset ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താണ് financial asset allot ചെയ്താൽ the date of allotment of such financial asset shall be reckoned. Then where shares an Indian company being a resulting company become the property of an assessee in consideration of demerger, the period for which the shares were held by assessee in the demerged company shall be included. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ amalgamating company, amalgamated company യുടെ പോലെ തന്നെ demerged company and resulting company, demerged companyയിൽ ഉണ്ടായിരുന്ന അന്ന് മുതലുള്ള ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. Then where the equity shares in a company becomes the property of the assessee by way of conversion of preference shares into equity shares. So preference shares endana convert ചെയ്ത് equity shares ആയതാണെങ്കിൽ the period for which the preference shares were held by assessee shall be included. So conversion ആണ്, that means share held ചെയ്ത് എന്ന് മുതലേ കൂട്ടും, preference shares എന്ന് മുതലാണോ held ചെയ്ത് അന്ന് മുതലേ period of holding ആയിട്ട് കൂട്ടുന്ന. അടുത്ത കേസ്, the last case, where any specified security or sweat equity shares is allotted or transferred directly or indirectly by the employer free of cost or at a concession rate to his employee, period from the date of allotment or transfer of such specified security or sweat equity shares to be reckoned. So andamole ennaano allot ചെയ്ത അല്ലെങ്കിൽ ആ പറയുന്ന സെക്യൂരിറ്റി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത അന്ന് മുതലുള്ള ഡേറ്റ് ആണ്. സോ നമ്മുടെ രണ്ട് കേസിലാണ്. സോ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ കേസ് പോലെയാണ് വരുന്നത്. എന്താണ്
അമാൽഗമേറ്റഡ് കമ്പനി, അമാൽഗമേറ്റിംഗ് കമ്പനി കേസ്, ഡിമർജ്ഡ് കമ്പനി, റിസൾട്ടിംഗ് കമ്പനി കേസ്. ബാക്കി എല്ലാ കേസിലും എന്താണ്? പിന്നെ നമ്മൾ 49 സബ്സെക്ഷൻ അത് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഓണർ എന്നാണോ ഹെൽഡ് ചെയ്യുന്ന അന്ന് മുതലേ നമുക്ക് എന്തായിട്ട് കൂട്ടും എന്നാണ്? ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് കൂട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, സെക്ഷൻ 48. സെക്ഷൻ 48. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. സെക്ഷൻ 48ലാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ രണ്ടായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ കേസും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ കേസും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ സെക്ഷൻ 48. സെക്ഷൻ 48 പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. സോ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഡിസ്കസ് ചെയ്തു. 2 സബ്സെക്ഷൻ 42A-യും 2 സബ്സെക്ഷൻ 29A പ്രകാരം രണ്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. സോ രണ്ടും കമ്പ്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് എടുത്തെഴുതണം. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആദ്യം നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കാം, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. സോ എപ്പോഴും നമുക്ക് കണ്ടോ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? 245 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകം അതിനെയാണ്, അല്ലെങ്കിൽ ഗെയിൻ അല്ലെങ്കിൽ ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ്. സോ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽ നടത്തുമ്പോൾ കിട്ടുന്നത് എന്താണ്? നമുക്ക് സെയിൽ കൺസിഡറേഷൻ. സോ ഉണ്ടോ, ഒറ്റത് വേണമെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട്. സോ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, സോ അതിന്റെ ഈ പറയുന്ന ടെർമിനോളജിയിൽ നമ്മൾ പിന്നീട് ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. സോ ഉണ്ടോ, എനിക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരുന്നു. സോ അത് വിൽക്കുമ്പോഴുണ്ടാകുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തറിയണം? എനിക്ക് വിറ്റപ്പോൾ കിട്ടിയത്. സോ വിറ്റപ്പോൾ കിട്ടിയത് മുഴുവൻ എന്റെ ക്യാപിറ്റൽ ഗെയിൻ ആവോ? ഇല്ല. എനിക്ക് ഇതിൽ നിന്ന് നോർമലി എന്ത് കുറയ്ക്കണം? സോ ഇതിൽ നിന്ന് എനിക്കിത് ട്രാൻസ്ഫർ ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ. ഉണ്ടോ, ഇങ്ങനെ ഒരു സെയിൽ നടത്താനായിട്ട് എനിക്ക് കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യാ? ഞാൻ അത് കുറയ്ക്കുന്നു. ദെൻ ഇതിനാണ് എന്ത് പറയുന്നത്? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ഉണ്ടോ, ഫുൾ കൺസിഡറേഷനിൽ നിന്നാണ് ഉണ്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടായി, സെയിൽ നടത്താൻ വേണ്ടി മാത്രം എനിക്ക് കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടായെങ്കിൽ അതും കൂടെ കഴിച്ചിട്ടുള്ളതല്ലേ എനിക്ക് ആക്ച്വലി ഈ സെയിൽ കൊണ്ട് കിട്ടിയത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കും? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. സോ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എനിക്കൊരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. സോ അത് വിറ്റപ്പോൾ കിട്ടുന്ന എല്ലാം നമ്മളെപ്പോഴും ഇൻകം അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? സോ വിറ്റപ്പോൾ കിട്ടുന്നതിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? വാങ്ങിച്ചപ്പോൾ നമ്മൾ കൊടുത്തത് കുറയ്ക്കണ്ടേ? സോ ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയും. ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ദെൻ ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ്. സോ ഇത് രണ്ടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. ലെസ് കോസ്റ്റ് ഓഫ് അസറ്റ്, വാങ്ങിച്ചപ്പോഴുണ്ടായ അസറ്റ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് ലാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു, അതിനുശേഷം നമ്മൾ അതിനെന്താണ്, അത് കുഴിയായിട്ട് കിടക്കായിരുന്നു, ആ കുഴിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് മണ്ണിറക്കിയൊക്കെ ലെവല് ചെയ്യുകയൊക്കെ ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടായ കോസ്റ്റ് ആണ്. സോ അത് വിൽക്കുമ്പോൾ എന്താണ്? വാങ്ങിച്ചപ്പോൾ കൊടുത്തത് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടും അതിനകത്ത് നടത്തിയ ഇംപ്രൂവ്മെന്റ്സ് ആ ക്യാപിറ്റൽ അസറ്റിലെ 2 സബ്സെക്ഷൻ 14 പ്രകാരം ഉള്ള ഒരു ഷോർട്ട് ടൈം 2 സബ്സെക്ഷൻ 42A പ്രകാരമുള്ള ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനകത്ത് നടത്തിയ ഇംപ്രൂവ്മെന്റ്സും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്താ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ബിഫോർ എക്സംഷൻസ്. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. ബിക്കോസ് നമ്മൾ 54 ഡിഡക്ഷൻ എക്സംഷൻ കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ഷോർട്ട് ടൈം ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ. സോ ദെൻ ലെസ് ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സെക്ഷൻ 54 ഇതെല്ലാം നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 54B ഓർ 54D ഓർ 54G ഓർ 54GA. ഇത്രയും എക്സംഷൻസ് ഉണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എനിക്ക് എന്ത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആണോ? സോ ജനറലി നമ്മൾ നോക്കാം. ഇന്നത്തെ ആക്ച്വലി ബാക്കിയുണ്ടോ? നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. സെയിൽ കൺസിഡറേഷൻ നോർമലി തന്നിട്ടുണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ, ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അറിയാം. ദെൻ
Then ഇവിടെ ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന വേർഡ് അത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അല്ലെങ്കിൽ വിറ്റപ്പോൾ കിട്ടിയതിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. സോ അത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ച് മനസ്സിലാക്കണം. ദെൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ട് ഷോർട്ട് ടൈം ആണെങ്കിൽ കിട്ടുന്ന ഇതിൽ ഏതൊക്കെ ആപ്ലിക്കബിൾ ആകുന്നുണ്ട് ക്വസ്റ്റ്യൻ പ്രകാരം എന്ന് കണ്ടുപിടിക്കുക. ദെൻ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ്. ക്ലിയർ ആണോ? ജനറൽ ഇതാണ്. എനിക്ക് വിറ്റപ്പോൾ കിട്ടിയത്, എനിക്ക് വിറ്റപ്പോൾ അതുമായിട്ട് മാത്രം അസോസിയേറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്റെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അഡീഷണൽ ഇംപ്രൂവ്മെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കുറയ്ക്കുമ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. ദെൻ 54 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ആപ്ലിക്കബിൾ ആകുന്ന എക്സംഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 48 പ്രകാരമാണ് ക്യാപിറ്റൽ ഗെയിൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലോങ് ടൈമും ഷോർട്ട് ടൈമും കണ്ടുപിടിക്കുകയാണ്. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് സെയിൽ കൺസിഡറേഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് അതിന് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പറയും. സോ അതിൽ നിന്ന് ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ, ആ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി മാത്രം ഉണ്ടായ എക്സ്പെൻഡിച്ചർ, അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ഇനി ഇതിൽ നിന്ന് എന്താണ് ലെസ്? നമ്മൾ ഷോർട്ട് ടൈം ആയിരുന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ് എന്ന് മാത്രമായിരുന്നു. ബട്ട് ഷോർട്ട് ടൈം മാറി ലോങ് ടൈം ആയപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ദാറ്റ് മീൻസ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഏത് അസറ്റ്സിന് മാത്രമാണ് കിട്ടുന്നത്? ലോങ് ടൈം അസറ്റ്സിന് മാത്രമാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്. സോ എന്താന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും പിന്നീട്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 മുമ്പ് കിട്ടുന്ന എക്സംഷൻ. ഇതിൽ നിന്ന് ലെസ് എക്സംഷൻ. സോ എക്സംഷൻ നമ്മൾ ഇത് ഇൻഡെപ്ത് പിന്നെ ഡിസ്കസ് ചെയ്യുന്ന അണ്ടർ സെക്ഷൻ 54 എല്ലാം വരും. 54B, 54D, 54EC, 54EE, then 54F, GA, GB. ഇത്രയും എക്സംഷൻസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഫുൾ എക്സംഷൻസ് 54 ഏത് എക്സംഷൻ വേണമെങ്കിലും ആകാം. ദെൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ നമുക്ക് വേണ്ട സെക്ഷൻ 48 പ്രകാരം നമുക്ക് എന്ത് മനസ്സിലായി? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത് എന്ത് ടൈപ്പ് ഓഫ് അസറ്റ്സിന് മാത്രമാണ്? അതിൽ നമ്മൾ എക്സെപ്ഷൻസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിനാണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനാണോ കിട്ടുക? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് മാത്രമാണ്. ക്ലിയർ ആണോ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സിന് മാത്രമാണ്. നോട്ടായിട്ട് എഴുതാം. നോട്ടായിട്ട് എഴുതാം. സെക്കൻഡ് proviso exceptions to section 48 indexation. Okay, so പറയുന്നതാണ് ഇതിൽ നിന്നാണ് നോക്കുന്നത്. In case of long term capital asset
cost of acquisition and cost of improvement should be indexed. No, so the cost of indexation benefit, that means നമുക്കിപ്പോ എനിക്കൊരു അസറ്റ് ഉണ്ട്, ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്. സോ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചാണ്. സോ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 10,000 rupees ആണ് ആയിരുന്നു വിചാരിക്കുക ജസ്റ്റ്. സോ അത് വിൽക്കുമ്പോൾ എനിക്ക് ഒരു 5 lakh rupees കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെയുണ്ടോ. ഇപ്പൊ നമ്മള് ഈ ലോങ് ടൈം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താവും? 5 lakhൽ 10,000 കുറച്ച് 4,90,000 എന്റെ ഗെയിൻ ആവും, ക്യാപിറ്റൽ ഗെയിൻ ആവും. സോ ഹ്യൂജ് ടാക്സ് വരും. സോ അതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു ടൈം വാല്യൂ, ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് അന്ന് 10,000 ആയിരുന്നെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അന്നത്തെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാണെന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ. അതർവൈസ് നമുക്ക് എന്താണ് ഹ്യൂജ് ടാക്സ് കൊടുത്ത് ഒത്തിരി ടാക്സ് പോകും നമ്മുടെ കയ്യിൽ. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് തരാം. അതിനെ എന്ത് വിളിക്കാം? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഉണ്ടോ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നോക്കാം. കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുന്നത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ശ്രദ്ധിക്കാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻടു cost inflation index for the year of transfer, divided by cost inflation index for the year in which asset was held, first held by assessee. So ഇവിടെ ശ്രദ്ധിക്കേണ്ടത് assessee or CII for the year 2001-2002, whichever is later. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് രണ്ടെണ്ണമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് തരും. CII for the previous year 2001-2002, അത് 100 ആണ്. Then ബാക്കി ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടാവും. ബട്ട് നമ്മുടെ CII, so for the previous year, നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 22-23. സോ അതിന്റെ CII എന്ന് പറയുമ്പോൾ എത്ര വരും? 331. ഓക്കെ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷന്റെ ബെനിഫിറ്റ് ജസ്റ്റ് ഒരു ഇത് പറയാണ്. സോ ഞാൻ പ്രീവിയസ് ഇയർ 2001-2002 ആണ് ഒരു അസറ്റ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അസറ്റ് വാങ്ങിക്കുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 rupeesന്. 10,000 rupeesന്. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ 2022-23 ഞാൻ എന്താണ് സെയിൽ നടത്തണം ആ അസറ്റ്. സോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. സോ എനിക്ക് കിട്ടുന്നത് ഒരു 5 lakh rupees ആണ് അസറ്റിന്റെ പുറത്ത് കിട്ടുന്നത് സെയിൽ കൺസിഡറേഷൻ. ജസ്റ്റ് സോ നമുക്ക് കണ്ടോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയില്ലായിരുന്നു എങ്കിൽ എന്ത് വന്നാൽ സെയിൽ കൺസിഡറേഷൻ ആയ 5 lakhൽ നിന്ന് എത്രയാണ്? 10,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം എന്താവും? ഈ 4,900,000 എന്തായിട്ട് മാറിയേനെ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ബിക്കോസ് ഹോൾഡിംഗ് പീരീഡ് എനിക്കൊരു ഇതൊരു ലാൻഡ് എന്ന് വിചാരിക്കുക. സോ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്. സോ 24 months കൂടുതലായതുകൊണ്ട് എന്താവും? അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. 4,90,000 ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ എനിക്ക് 20% ടാക്സ് കൊടുക്കേണ്ടി വന്നതിന് ഇതിന്റെ. ബട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ എന്നുള്ള പ്രത്യേക ഗുണം എന്താണ്? 5 lakhs ഇതിൽ നിന്നാണ് സെയിൽ കൺസിഡർ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്?
cost of acquisition 10,000 into then okay CI for the year of transfer നടത്തിയ എന്നാണ് 22-23 അല്ലേ 331 divided by ഞാൻ എന്നാണ് ഇത് വാങ്ങിച്ചത് previous year 1-2 2001-2 100 so എത്ര കിട്ടും 3,31,000 so ഇവിടെ 10,000 പകരം നമുക്ക് indexed cost of acquisition നമ്മൾ എന്ത് കിട്ടി 3,31,000 then 5 lakhil നിന്ന് 3,31,000 കുറച്ചാൽ റേറ്റ് നമുക്ക് so 3,31,000 ഉണ്ടോ 10,000 1 lakh 10,000 divided by 100 equal to 331 so 33,100 അല്ലേ so 1 lakh അല്ലായിരുന്നു 10,000 ആയിരുന്നു അല്ലേ 33,000 so 10,000 divided by 100 into 331 33,100 no 10,000 വരെ എന്താണ് 3 ഇരട്ടി 33,100 നമുക്ക് കുറച്ചിട്ട് റിമൈനിങ് 5 lakhil നിന്ന് വരുന്നത് 4,66,900 എന്ത് വരത്തുള്ളൂ ടാക്സ് ആയിട്ട് വരത്തുള്ളൂ ക്ലിയർ ആണോ ഇൻഡെക്സേഷൻ എടുക്കുന്നുണ്ടുള്ള ബെനിഫിറ്റ് സോ അതർവൈസ് നമ്മൾ എന്താണ് ഹ്യൂജ് ടാക്സ് കൊടുക്കേണ്ടി വരും ആ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ട് ലോങ് ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലാറ്റ് 20% വരാം ക്ലിയർ ആണോ ഞാൻ ഈ അസറ്റ് വാങ്ങിക്കുന്നത് 2001 മുമ്പാണെങ്കിൽ 1-2 ആ പ്രീവിയസ് ഇയറിന് മുമ്പാണെങ്കിൽ എന്താണ് അന്നത്തെ എടുക്കേണ്ട വിച്ച് എവർ ഈസ് ലേറ്റർ സോ അന്നത്തെ എന്നേ എടുക്കത്തുള്ളൂ 2001-2 ബേസ് ഇയറിലെ 100 ആയിട്ട് ഇൻഡെക്സ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡ് ചെയ്യാൻ എടുക്കുള്ളൂ അതിലും താഴോട്ട് വരില്ല ക്ലിയർ ആണോ ഇൻഡെക്സേഷൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇനി അടുത്തത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് indexed cost of improvement then cost of improvement so improvement എത്ര ആയതാണ് കോസ്റ്റ് അതേ into CII cost inflation index for the year of transfer so transfer നടന്ന വർഷത്തെ cost inflation index then divide ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് cost inflation index for the year in which so ഏത് previous yearലാണോ ഈ പറയുന്ന ഇംപ്രൂവ്മെന്റ് നടന്നത് for the year in which the improvements took place so എത്രയാണോ ഇംപ്രൂവ്മെന്റ് ആയത് ഇപ്പൊ ഒരു 50,000 rupees ആണ് ഇംപ്രൂവ്മെന്റിനായത് then so into 330 divided by ഏത് പ്രീവിയസ് ഇയറിലാണോ ഇംപ്രൂവ്മെന്റ് നടന്നത് ആ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് സോ ജസ്റ്റ് ഒരു ഇത് പറയാണ് 9-10 പ്രീവിയസ് ഇയറിലാണെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 148 വരും സോ ഇത് നമുക്ക് സോ ബേസ് ഇയറിലെ പ്രീവിയസ് ഇയർ 1-2 100 നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 331 ആണ് ഇത് രണ്ടുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബാക്കി ഇൻ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഗിവൺ ആയിരിക്കും then കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണെങ്കിൽ ഫോർമുല എന്ത് വരും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻടു CI for the year of transfer രണ്ടിനും ന്യൂമറേറ്റർ സെയിം ആണ് CI for the year of transfer cost inflation index divided by CI for the year first held by asset or സോ നമ്മുടെ പ്രീവിയസ് ഇയർ അതായത് 2001-2 താഴെ ആണെങ്കിൽ നമ്മൾ ആദ്യം സോ അതിനു മുമ്പ് കിട്ടിയ അസറ്റ് അല്ലെങ്കിൽ വാങ്ങിച്ച അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിനു മുമ്പ് CI ഇല്ല അതിലും കുറച്ചെടുക്കാൻ പറ്റില്ല ബേസ് ഇയർ 2001-2002 100 എടുക്കണം സോ 2005-06 നമ്മൾ എന്തെടുക്കും ലേറ്റർ 5-6 വരും ആ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ടാകും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ ഇംപ്രൂവ്മെന്റ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ് into cost inflation index for the year of transfer divided by acquire ചെയ്ത വർഷത്തേല ഏത് പ്രീവിയസ് ഇയറിലാണോ ഇംപ്രൂവ്മെന്റ് നടന്നത് ആ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്ലിയർ ആണോ
improvement done before 1/4/2001. That means to a financial year 1 2 അതിനു മുമ്പ് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് കിട്ടില്ല, അത് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എന്തായിട്ട് കിട്ടില്ല, ഇംപ്രൂവ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് എന്തെടുക്കാൻ പറ്റില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടോ പോലും കാണിക്കാൻ പറ്റില്ല. ദാറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്, അത് കുറയ്ക്കാനേ പറ്റില്ല. ദെൻ കോസ്റ്റ് ഓഫ് അസറ്റ് അക്വയർഡ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. കോസ്റ്റ് ഓഫ് അസറ്റ് അക്വയർഡ് ബിഫോർ 1/4/2001. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ 2001-2002 നമ്മുടെ ബേസ് ഇയർ. അതിനു മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്തെങ്കിൽ നോക്കണ്ട, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻറ്റു ആക്ച്വലി നമ്മൾ വാങ്ങിച്ച വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ഈ 2001-2002 മുമ്പാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001. സോ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആക്ച്വൽ എനിക്ക് വാങ്ങിച്ചപ്പോൾ ഉണ്ടായത് വെസസ് എന്താണ്, അപ്പൊ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് 1/4/2001 ഫെയർ ആ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് വിച്ച് എവർ ഈസ് ഹയർ. സോ ആക്ച്വലി ഇതെന്താണ് ഇങ്ങനെ എടുക്കുന്നത്, അസസിക്ക് ഗുണമാണ്, കോസ്റ്റ് ഓഫ് അസറ്റ് കൂടും. സോ അതിലേതാണോ ഹയർ അതായിരിക്കും എന്തായിട്ട് എടുക്കുക, കോസ്റ്റ് ഓഫ് അക്വസിഷൻ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ കൂടുക മീൻസ് എന്താണ്, കുറയ്ക്കുന്ന എമൗണ്ട്. ദാറ്റ് മീൻസ് സെയിൽ കൺസിഡറേഷൻ എന്നല്ലേ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കുന്നത്. സോ അതുകൊണ്ട് അസസിക്ക് ഫേവർ ആണ്, ക്യാപിറ്റൽ ഗെയിൻ കുറയും. അല്ലേ? സോ നമ്മൾ ബേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. 2 subsection 47 ട്രാൻസ്ഫർ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ എന്താണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 48 വരുമ്പോഴത്തേക്കും ഏത് അസറ്റ്സിനാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇംപ്രൂവ്മെന്റ് കിട്ടുന്നത് എപ്പോഴാണ്, ദെൻ ഇംപ്രൂവ്മെന്റ് കിട്ടാത്തത് ഏതിനൊക്കെയാണ്. ദെൻ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അസറ്റ് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്തു. 4, 2, 3 എന്ന രീതിയിൽ നമ്മൾ അസറ്റിനെ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റിലെ 4 എണ്ണം 12 മാസം വരെ ഹെൽഡ് ചെയ്താൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് അപ് ടു 12 months ആണ് ഷോർട്ട് ടൈം, അതിൽ കൂടിയാൽ ലോങ് ടൈം. ഇതൊക്കെയായിരുന്നു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ്, ദെൻ യൂണിറ്റ്സ് ഓഫ് UTI, ദെൻ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്. ഈ 4 ഐറ്റത്തിന് 12 മാസം. ദെൻ ലിസ്റ്റഡ് ഷെയർസ് അതർ ദാൻ അൺലിസ്റ്റഡ് ഷെയർസ് അതർ ദാൻ അൺലിസ്റ്റഡ് ഷെയർസ് മാത്രം. സെക്കൻഡ് കേസിൽ then not listed in recognize. Then second one immovable properties, land, building or both. Then third adine 24 months ആണ്. third category എന്താണ്, unlisted securities other than shares, then unlisted units of debt oriented fund, then other asset, other capital assets. No, capital asset ആണെങ്കിൽ മാത്രമേ period of holding നോക്കേണ്ട കാര്യമുള്ളൂ. because 45 subsection 1 പ്രകാരം capital asset ട്രാൻസ്ഫർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ദെൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നമ്മൾ certain കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 48 പ്രകാരം ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് അസറ്റ് മാത്രമാണ്. സോ അതിൽ എക്സെപ്ഷൻസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. 48 പ്രകാരം കിട്ടുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് മാത്രമാണ്. ദെൻ ഇംപ്രൂവ്മെന്റ്സ് നമ്മുടെ ബേസ് ഇയർ പ്രീവിയസ് ഇയർ 2001-2002 ആണ്. അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആണ്. നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 അത് അസസ്മെന്റ് ഇയർ 23-24 വരുമ്പോഴത്തേക്കും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 331 ആണ്. 331. ഓക്കെ ആണോ അപ് ടു ദിസ് പോയിന്റ്? സോ നമുക്ക് റിമൈനിങ് പോർഷൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സോ നാളെ ഒരു മോർണിംഗ് സെഷൻ ക്ലാസ് ഉണ്ടാവും, ഈവനിങ് സെഷൻ ഉണ്ടാവും. സോ ഇത്രയും നന്നായിട്ട് നോക്കി വരണം. നമ്മൾ നാളെ ജസ്റ്റ് ഒരു അസറ്റിന്റെ ഇതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ട് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് പറയത്തുള്ളൂ. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിലെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും എന്താണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബെനിഫിറ്റ് കിട്ടാത്തത്, ദെൻ അത് ഡിസ്കസ് ചെയ്യും. ദെൻ ഓരോ സെക്ഷൻ 45 ഓരോ സെക്ഷനും നമ്മൾ നാളെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും, പ്ലസ് ഓരോന്നിന്റെയും പ്രോബ്ലംസ്. സോ ഈ ബേസ് ഒന്ന് തറവാക്കി നാളെ ഫുള്ള് വൃത്തിയായി ഒന്ന് നോക്കി നാളെ വരിക. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.